ഈ ഒരു വെബിനാർ ലീഡ് ചെയ്യാൻ പോണത് വൈശാഖ് സാർ ആയിരിക്കും. ബയോളജി എന്ന് പറയുന്ന ഒരു മേജർ ആയിട്ടുള്ള പോർഷനാണ് സാറ് ലീഡ് ചെയ്യാൻ പോണേ. സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഈ ഒരു വെബിനാറിലോട്ട് സ്വാഗതം. വൈശാഖ് സാർ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. അപ്പം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. നമ്മൾ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഈ ചോദ്യം ഇതിനു മുമ്പ് റീസെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. An enzyme which changes maltose into glucose. ബയോകെമിസ്ട്രി എന്നാണ്. പറയണ്ട, ആൻസർ ചാറ്റ് ബോക്സിൽ ഇടണം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ആൻസർ ഈ കൂടെ തന്നെ ചെയ്തു പോവാം. എവിടെ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, ധൈര്യമായിട്ടോ. നിങ്ങൾ ലേറ്റ് ആക്കും തോറും നമുക്ക് അത്രയും ക്വസ്റ്റ്യൻ കുറച്ചേ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അനന്യ, ഓക്കെ. അപ്പൊ നോക്കിക്കേ, ഇതുപോലെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട്. പല എൻസൈമുകളുടെ ഫംഗ്ഷൻ. അപ്പൊ ഇതിനകത്ത് ഓപ്ഷനകത്ത് സൈമേസ്, മാൾട്ടേസ്, ഇൻവെർട്ടേസ്, ഡയാസ്റ്റേസ്, ഇത്രയാണ് ഓപ്ഷൻ. ആൻസർ അറിയാം, മാൾട്ടേസ് ആണ്. അറിയാൻ വയ്യാത്തവര് നമുക്കിപ്പോ നോക്കാം. നമുക്ക് മാൾട്ടേസ് കാറ്റലൈസ് ദ ഹൈഡ്രോലൈസിസ് ഓഫ് ഡൈസാക്രൈഡ്. എപ്പോഴും അങ്ങനെ ആയിരിക്കും. ലാക്ടോസ് എന്ന് പറയുന്ന ഷുഗറിനെ മുറിക്കുന്ന ആൾക്കാര്. മാൾട്ടേസ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ആൻ എൻസൈം വിച്ച് ബ്രേക്ക് ഡൗൺ മാൾട്ടോസ് എന്നാണ്. അത്രയും ആ പാർട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ മാൾട്ടോസിനെ മുറിക്കുന്ന എൻസൈമിന്റെ പേരാണ് മാൾട്ടേസ്. എപ്പോഴും എൻസൈമിന്റെ അവസാനം എന്തുണ്ടാവും? ഏസ് എന്നായിരിക്കും അവസാനിക്കുന്നത്. ഏസ്, മാൾട്ടേസ്, ലാക്ടേസ്, കൈനേസ്, ഏസ് എന്ന് അവസാനിക്കുന്നതാണ് എൻസൈമുകൾ. അപ്പൊ മാൾട്ടേസ് എന്ന് പറഞ്ഞാൽ മാൾട്ടോസ് എന്ന ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന അല്ലെങ്കിൽ മുറിക്കുന്ന എൻസൈമാണ്. ബാക്കിയുള്ളത് എൻസൈമാണ്. സൈമേസ്, അല്ലെ, ഇൻവെർട്ടേസ്, ഡയാസ്റ്റേസ്. ഓക്കെ, അപ്പൊ ആ മാൾട്ടോസ് എന്ന് കാണുമ്പോ തന്നെ നമുക്ക് ഊഹിക്കാം ആൻസർ മാൾട്ടേസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ശരിക്കും എന്താണ് മാൾട്ടേസ് ചെയ്യുന്നത്? മാൾട്ടോസ് എന്ന് പറയുന്ന ഷുഗറിനെ, സ്റ്റാർച്ച് കേട്ടിട്ടുണ്ടോ? നമ്മൾ കഴിക്കുന്ന ഫുഡ്, അല്ലെ, ചോറ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ്. അപ്പൊ സ്റ്റാർച്ച് നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെ പല പല ഗ്ലൂക്കോസ് ഇങ്ങനെ ഗ്ലൂക്കോസിനെ മാല പോലെ ചേർത്തിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? സ്റ്റാർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ അകത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. കുറെ സ്റ്റാർച്ച് ഒക്കെ സിമ്പിൾ ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ചിലത് ഈ ഗ്ലൂക്കോസിന്റെ എന്തായിട്ട് മാറും? മാൾട്ടോസ്. ഗ്ലൂക്കോസ് ഇതുപോലെ അറ്റാച്ച് ചെയ്യുന്ന ചെറിയ യൂണിറ്റ് ആണ് മാൾട്ടോസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അല്ലെ, സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ യൂണിറ്റ് ആണ്. ഒത്തിരി ഗ്ലൂക്കോസുകൾ ചേർന്നാണ് സ്റ്റാർച്ച്. അതില് വളരെ ചെറിയ യൂണിറ്റുകൾ മാത്രം അറ്റാച്ച് ചെയ്തിട്ടുള്ള മാൾട്ടോസ് ആയിട്ട് മാറും. ഇത് പോരാ, ഇതിനെ വീണ്ടും മുറിച്ച് സിംഗിൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റണം. ഇതാണ് മാൾട്ടേസ് ചെയ്യുന്നത്. മനസ്സിലായോ? മാൾട്ടേസ് എന്താ ചെയ്യുന്നത്? മാൾട്ടോസിനെ വീണ്ടും സിമ്പിൾ ഷുഗർ ആക്കി മാറ്റും. ഇനി ആരാണ് ഈ മാൾട്ടോസ്? എവിടെയാ മാൾട്ടോസ് മാൾട്ടേസ് എവിടെയാ കാണപ്പെടുന്നത്? നമ്മുടെ ഇൻഡസ്റ്റൈനില്, നമ്മുടെ കുടലിലാണ് കാണപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പം അതിൽ ചില പോർഷൻസ് മാൾട്ടോസ് ചെറിയ യൂണിറ്റുകളായിട്ട് മാറും. അതിനെ വീണ്ടും സിംഗിൾ യൂണിറ്റ് ആക്കിയാലേ നമുക്ക് അതിനെ ഉപയോഗിച്ച് എനർജി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സിംഗിൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ വേണ്ട എൻസൈം ആണ് മാൾട്ടേസ്. എവിടെ കാണപ്പെടും? ഇൻഡസ്റ്റൈനില്. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? മാൾട്ടേസ് മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സ്ലോ ആവും. ധൈര്യമായിട്ട് അൺമ്യൂട്ട് ചെയ്തോ. നിങ്ങൾ മെസ്സേജ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ശരി, ഇനി നോക്കിക്കേ, അടുത്തത് രണ്ടാമത്തെ ഓപ്ഷൻ മാൾട്ടേസ് ഉണ്ട്. അടുത്തൊരു ഓപ്ഷൻ ആണ് ഡയാസ്റ്റേസ്. കണ്ടോ? ഡയാസ്റ്റേസ് അതൊരു ഗ്രൂപ്പ് ഓഫ് എൻസൈം ആണ്. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റും. മറ്റത് എന്താ പറഞ്ഞ്? മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഇതിനു മുമ്പ് നടക്കുന്ന സ്റ്റെപ്പാണ് എന്ത്? സ്റ്റാർച്ച് വലിയ യൂണിറ്റിനെ മാൾട്ടോസ് ആക്കി മാറ്റും. ഇത് പ്ലാന്റ്സിൽ ഉണ്ടാവും. ബാർലി പോലെയുള്ള, വീറ്റ് പോലെയുള്ള ചില പ്ലാന്റ്സില് അല്ലെങ്കിൽ ചില ഫംഗസില്, ബാക്ടീരിയയിലൊക്കെ ഡയാസ്റ്റേസ് ഉണ്ടാവും. ഇനി വേറൊരു ചോദ്യം വരും ഇപ്പൊ പുറകെ. ഈ ഡയാസ്റ്റേസ് നമ്മുടെ ബ്രൂവിങ് ഇൻഡസ്ട്രിയില്, അതായത് ബിയർ, വൈൻ പോലുള്ള ബിവറേജസ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും. കാരണം ബിയറും വൈനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യുക? ഫെർമെന്റേഷൻ നടക്കണം. ഫെർമെന്റേഷൻ നടക്കണമെങ്കിൽ ബാക്ടീരിയാസ് വേണം, അല്ലെ? അപ്പം അതിന് വേണ്ടിയിട്ട്, ഫെർമെന്റേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ
ഇതുള്ള ബാക്ടീരിയ ഫംഗൈ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഡയാസ്റ്റൈസ് പറയുന്ന എൻസൈം ആണ് ബ്രൂവിംഗ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. അവിടെ സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റാൻ പറ്റും? ഫെർമെന്റ് ചെയ്യാം അല്ലെ. സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, പോളിസാക്രൈഡുകളാണ്. അതിനെ നമുക്ക് ഫെർമെന്റ് ചെയ്യാവുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റി കൊടുക്കണം ബാക്ടീരിയക്കും. അതായത് ഫെർമെന്റേഷൻ നടത്തുന്ന ബാക്ടീരിയക്ക് ഈസ്റ്റ് ആയിരിക്കാം, അപ്പൊ അല്ലെങ്കിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഫംഗസ് ആണ്. അപ്പൊ ഇവർക്ക് ഫെർമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി കൊടുക്കണം. ചെറിയ ചെറിയ ഫുഡുകളാക്കി അല്ലെങ്കിൽ സിമ്പിൾ ഷുഗർ ആയിട്ടുള്ള മാൾട്ടോസ് ഒക്കെ ആക്കി കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഡയാസ്റ്റേസ് യൂസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ബ്രൂവിംഗ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് ഡയാസ്റ്റേസ് ആണ്. ആ പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. എന്താണ്? സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് ആരാണ്? ഡയാസ്റ്റേസ്. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആരാ? മാൾട്ടേസ്. ദെൻ ഇൻവെർട്ടേസ്. ഇൻവെർട്ടേസ് സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. ഗ്ലൂക്കോസിനകത്തുള്ള നമ്മൾ പറഞ്ഞു സ്റ്റാർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് പ്ലസ് ഇങ്ങനെ അല്ലെ, പോളി മൾട്ടിപ്പിൾ ഗ്ലൂക്കോസുകളെ കൂട്ടിച്ചേർത്തിട്ടാണ് സ്റ്റാർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. സൂക്രോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. ഡൈ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 അല്ലെ. അപ്പം സൂക്രോസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൂക്കോസ് പ്ലസ് അടുത്ത ആരാ പറഞ്ഞേക്കണേ? ഫ്രക്ടോസ്. ഇത് രണ്ടും, ഈ 2 സിമ്പിൾ ഷുഗർ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സൂക്രോസ് ഉണ്ടാകുന്നത്. പറഞ്ഞിട്ട് മനസ്സിലായോ? സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ വലിയൊരു മാലയാണ്. ഈ പറയുന്ന സൂക്രോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്ന, ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് 2 ഷുഗർ, 2 ആണ് ബൈ അല്ലെങ്കിൽ ഡൈ. ഡൈസാക്രൈഡ് ആണ്. ഒരു ഡൈസാക്രൈഡിന്റെ എക്സാമ്പിൾ ആണ് സൂക്രോസ്. അപ്പൊ ഇനി എന്താ ചെയ്യുന്നത്? ഈ സൂക്രോസിനെ മുറിക്കും. അപ്പൊ ഗ്ലൂക്കോസ് മാറും അല്ലെ, ഗ്ലൂക്കോസ് സെപ്പറേറ്റ് ആവും, ഫ്രക്ടോസ് സെപ്പറേറ്റ് ആവും. പറഞ്ഞിട്ട് മനസ്സിലായോ? സൂക്രോസ് എന്ന ഡൈസാക്രൈഡിനെ മുറിച്ച് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്ന എൻസൈമാണ് ഇൻവെർട്ടേസ്. ഇൻവെർട്ടേസ് മനസ്സിലായോ? ഇത് പ്ലാന്റ്സിൽ, നമ്മുടെ ഷുഗർ കെയിൻ പോലെയുള്ള പ്ലാന്റ്സിൽ, ഈസ്റ്റിലൊക്കെ ഈ പറയുന്ന ഇൻവെർട്ടേസ് എൻസൈം കാണാറുണ്ട്. ചില ബാക്ടീരിയയും ഫംഗസും ഈ പറയുന്ന ഇൻവെർട്ടേസ് പ്രൊഡ്യൂസ് ചെയ്യും. പറഞ്ഞിട്ട് മനസ്സിലായോ? പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ അതിനെ കണക്ട് ചെയ്ത് പറയാം. ഇപ്പൊ നമ്മൾ പല ടൈപ്പ് കാർബോഹൈഡ്രേറ്റ് പഠിച്ചു. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് പോലെയുള്ള ഷുഗർ ആണ് കാർബോഹൈഡ്രേറ്റ്സ്. ഇപ്പൊ അങ്ങനെ നിൽക്കട്ടെ. ഈ കാർബോഹൈഡ്രേറ്റിന് നമുക്ക് 3 ടൈപ്പ് അല്ലെങ്കിൽ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒരൊറ്റ, ഇപ്പൊ ഗ്ലൂക്കോസ് ഒരെണ്ണ ഉള്ളൂ അല്ലെ, ഫ്രക്ടോസ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ ഷുഗർ അല്ലെങ്കിൽ മോണോസാക്രൈഡ്, നോട്ട് എഴുതി പോവാട്ടോ, മോണോസാക്രൈഡ് എന്ന് വിളിക്കാം. ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഗ്ലൂക്കോസ് ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഫ്രക്ടോസ് ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോണോ, ഒറ്റയ്ക്ക്. മോണോ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, സിംഗിൾ എന്നാണ് അർത്ഥം. മോണോസാക്രൈഡ് എന്നർത്ഥം. ദെൻ അടുത്തതാണ് ഡൈസാക്രൈഡ്. എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സൂക്രോസ് ആണ് എക്സാമ്പിൾ. 2 പേരുണ്ടാവും. ആരൊക്കെയാ? ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഇങ്ങനെയുള്ള ഷുഗറുകളാണ് എന്ത്? ഡൈസാക്രൈഡുകൾ. 3ാമത്തെ എക്സാമ്പിൾ നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, ഇതെല്ലാം തന്നെ പോളിസാക്രൈഡുകളാണ്. അതായത് ഒത്തിരി സിംഗിൾ അല്ലെ, ഒത്തിരി സിമ്പിൾ ഷുഗർ, ഒത്തിരി മോണോസാക്രൈഡുകൾ ചേർന്ന്. ഇപ്പൊ ഗ്ലൂക്കോസ് ഒരു മോണോസാക്രൈഡ് ആണ്. ഒത്തിരി ഗ്ലൂക്കോസുകൾ മാല പോലെ ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? പോളിസാക്രൈഡ് ഉണ്ടാക്കി. പോളി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ. ഇനി കാർബോഹൈഡ്രേറ്റിനെ ഇപ്പൊ ജോയിൻ ചെയ്യിപ്പിക്കണം അല്ലെ. ഇപ്പൊ ഗ്ലൂക്കോസും സ്റ്റാർച്ചിൽ ജോയിൻ ചെയ്യണം. അപ്പൊ ഈ ലിങ്കേജ്, ഇവര് ജോയിൻ ചെയ്യുന്ന ആ ലിങ്കേജിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ്. ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ്. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ 3 ക്ലാസിഫിക്കേഷൻ ആണ്: മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, പോളിസാക്രൈഡ്. മോണോ സിംഗിൾ, എക്സാമ്പിൾ ഗ്ലൂക്കോസ്. ഡൈസാക്രൈഡ് 2 എണ്ണം, സൂക്രോസ് എക്സാമ്പിൾ. പോളിസാക്രൈഡ് മൾട്ടിപ്പിൾ അല്ലെ, മോർ ദാൻ 100 ഒക്കെ വരാം ചിലപ്പോ. അപ്പൊ അതാണ് പോളിസാക്രൈഡ്. എക്സാമ്പിൾ സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ എക്സെട്ര. ഇനി ഇവര് ജോയിൻ ചെയ്തേക്കുന്ന ആ ലിങ്കേജിന് ചിലപ്പോ ചോദിക്കാം, ഇൻ കേസ് ഓഫ് പോളിസാക്രൈഡ് സിമ്പിൾ ഷുഗേഴ്സ് ആർ ലിങ്ക്ഡ് ബൈ, അല്ലെങ്കിൽ ഷുഗേഴ്സ് ആർ ലിങ്ക്ഡ് ബൈ വിച്ച് ബോണ്ട്? ഏത് ബോണ്ടാ? ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ്. ഇത് തന്നെ നമുക്ക് DNA കാണാം. DNA ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന
ചെറിയ ചെറിയ യൂണിറ്റുകളെ കൂട്ടിച്ചേർത്താണ് നമുക്ക് വരുമ്പോ കാണാം. അന്നേരം പറയാം, അല്ലെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അടുത്ത എൻസൈം. ഇപ്പൊ പറഞ്ഞത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ശരി, അടുത്തത് നെക്സ്റ്റ് വൺ സൈമേസ് ആണ്. സൈമേസ് എന്ന് പറഞ്ഞാല് നോക്കിയേ, ഒരു കോംപ്ലക്സ് എൻസൈം ആണ് ദാറ്റ് കാറ്റലൈസ് ദ ഫെർമെന്റേഷൻ ഓഫ് ഷുഗർ ഇൻടു എത്തനോൾ. ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി? എന്താ ഫെർമെന്റേഷനിൽ ചെയ്യുന്നത്? നമ്മുടെ ഷുഗറിനെ, ഇപ്പൊ ഗ്ലൂക്കോസിനെ ഒക്കെ എന്താ എത്തനോൾ ആക്കി മാറ്റും. ഫെർമെന്റേഷൻ അതല്ലേ സംഭവിക്കുന്നത്. നമ്മളിപ്പോ മാവ് പുളിപ്പിക്കാൻ വെക്കും അല്ലെ, മാവ് പുളിപ്പിക്കാൻ വെക്കുമ്പോ അവിടെ എന്താ, ഒരു പുളി ഉണ്ടാവും, പൊങ്ങി വരും അല്ലെ. ദോശയുടെ മാവൊക്കെ പുളിപ്പിക്കാൻ വെക്കുമ്പോ എന്താ സംഭവിക്കുക? പിറ്റേ ദിവസം നോക്കുമ്പോ പുളി ഉണ്ടാവും, പൊങ്ങി വരും. ഈ പുളി എന്തുകൊണ്ടാ? ആൽക്കഹോൾ ഉണ്ടാകുന്നതുകൊണ്ടാ. പൊങ്ങി വരുന്ന എന്തുകൊണ്ടാ? ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. എന്ത് ഗ്യാസ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്രയേ ഉള്ളതാണ് ഫെർമെന്റേഷൻ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ സൈമേസ് എൻസൈം ഫെർമെന്റേഷന് വേണ്ടിയിട്ടുള്ള എൻസൈം ആണ്. ഇത് നാച്ചുറലി കാണപ്പെടുന്നത് എവിടെയാണ്? ഈസ്റ്റിലാണ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഫംഗസ് ആണ്. നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഈസ്റ്റ് തന്നെയാണത്. ഇതൊരു ഓർഗാനിസം ആണ്, ഫംഗസ് ആണ്. ഓക്കെ, അതാണ് അടുത്ത ഓപ്ഷൻ. പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്തത് ദ എൻസൈം. അടുത്തൊരു ചോദ്യമാണ്, റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒരുമിച്ച് വരും. ദ എൻസൈം ദാറ്റ് കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻടു ഈഥൈൽ ആൽക്കഹോൾ. പെട്ടെന്ന് ആൻസർ ചെയ്യണം, വച്ച് താമസിപ്പിച്ചാല് മൊത്തത്തിൽ ലേറ്റ് ആവും. പെട്ടെന്ന് ആൻസർ ചെയ്തേ ചാറ്റ് ബോക്സില്. ഗ്ലൂക്കോസിനെ ഈഥൈൽ ആൽക്കഹോൾ ആക്കി മാറ്റുന്ന എൻസൈം. പെട്ടെന്ന്. നിങ്ങൾ ഇപ്പൊ തെറ്റിച്ചാൽ ഇത് മറക്കൂല, അല്ലെങ്കിൽ ഇത് പിന്നെയും പിന്നെയും നിങ്ങൾക്ക് മറന്നു പോകും. ഒരു പ്രാവശ്യം നിങ്ങൾ ഇട്ടോ. ഓക്കെ, ഇനിയും വരട്ടെ. 7-8 പേരുണ്ട് ലൈവില്. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. ഇതല്ലേ മുമ്പ് പറഞ്ഞത്. സൈമേസ് ആണ് എൻസൈം. എന്താ ചെയ്യാ? ഫെർമെന്റേഷൻ നടത്തും. എന്താ ഫെർമെന്റേഷൻ? അവിടെ ഷുഗറിനെ എത്തനോൾ ആക്കി മാറ്റും. ഷുഗർ ആണ് ഗ്ലൂക്കോസ്, എത്തനോൾ അല്ലെ. എത്തനോൾ തന്നെയാണ് എന്ത്? ഈഥൈൽ ആൽക്കഹോൾ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ആൻസർ സൈമേസ് ആണ്. അപ്പൊ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിക്കുക. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണും. നോക്കിക്കേ, കംപ്ലീറ്റ് അല്ലേ? ഈസ്റ്റ് ഹാസ് ആൻ എൻസൈം സൈമേസ് എന്നാണ് റീസൺ. അവിടെ വന്നിട്ടില്ല കേട്ടോ. ഈസ്റ്റ് ഹാസ് ആൻ എൻസൈം സൈമേസ് എന്നാണ്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഈ ഒരു വർഷം ഒക്കെ ആയിട്ട് നമ്മൾ PSC കാണാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. ആൻസർ ചെയ്തേ. Saccharomyces species are utilized for making alcoholic beverages. Reason yeast has an enzyme symase ഉണ്ട്. ഓക്കെ, ഇനി ആൻസർ. Both assertion and reasons are correct. Reason are correct and reason is the correct explanation for assertion. സെയിം കാണാറുണ്ട്. ഇന്നലെ ഒരു എക്സാം നടന്നു ഡയറി ഫാമിന്റെ. ഇതിനകത്തൊക്കെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ 2-3 ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ടൈപ്പ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. എളുപ്പമാണ്, ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ പെട്ടെന്നുണ്ട്. ഓക്കെ, ശരിയാണ്. അടുത്തത് ഇപ്പൊ ശരിയാക്കും. നമുക്ക് ഇതൊരു ടച്ച്. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു, ഇപ്പൊ ശരിയാക്കും അല്ലെ. ഒരു ടച്ച് ഇല്ലാതെ ചെയ്യുമ്പോഴത്തേക്കാണ് പ്രശ്നം. അതാണോ, A ആണോ, B ആണോ, റീസൺ ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അങ്ങനെ വരരുത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കാം. ദെൻ അതുപോലെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാം. 2 എണ്ണം നമുക്ക് ഈസി ആയിട്ട് കളയാൻ പറ്റും. ഇതിപ്പോ കുഴപ്പമില്ല. ഓക്കെ, ദെൻ വിച്ച് ചോയ്സ് കണ്ടെയ്ൻ ഓൾ ദ 3 മോളിക്യൂളാർ യൂണിറ്റ്സ് ഫൗണ്ട് ഇൻ ന്യൂക്ലിയോടൈഡ്സ്. നമ്മൾ അത്യാവശ്യം ഷുഗറിനെ പറ്റി സംസാരിച്ചു. അടുത്തൊരു ഏരിയയിലോട്ട് പോവാണ്. വിച്ച് ചോയ്സ് കണ്ടെയ്ൻ ഓൾ ദ 3 മോളിക്യൂളാർ യൂണിറ്റ്സ് ഫൗണ്ട് ഇൻ ന്യൂക്ലിയോടൈഡ്സ്. എയിൽ പറഞ്ഞേക്കുന്ന എന്താ? അമിനോ ആസിഡ്, ഷുഗർ, അതുപോലെ നൈട്രജൻ കണ്ടെയ്നിങ് ബേസസ്. ദെൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫോസ്ഫേറ്റ്, ഷുഗർ, അമിനോ ആസിഡ്സ്. സി ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്, ഷുഗർ. ഡി നൈട്രജൻ ബേസ്, പെപ്റ്റൈഡ് ലിങ്കേജ് ആൻഡ് ഷുഗർ. ആൻസർ ആൻസർ ചെയ്തിട്ട് വേഗം. നിങ്ങൾ ആൻസർ ചെയ്തിട്ട് ലേറ്റ് ആവും തോറും നമുക്ക് അത്രയും കുറച്ച് ചോദ്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഒത്തിരി ചോദ്യങ്ങൾ അങ്ങോട്ടുണ്ട്. സമയം തീരുന്നവരെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ സമയം നിങ്ങൾ കളയും തോറും അത്രയും ചോദ്യങ്ങൾ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. കറക്റ്റ് ആണ് അല്ലെ. ഇപ്പൊ നമ്മള് കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു.
അടുത്തത് ന്യൂക്ലിയോടൈഡ്സ് ആണ് അല്ലെ. നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന DNA, RNA, DNA എക്സ്പാൻഡ് ചെയ്ത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA റൈബോ ന്യൂക്ലിക് ആസിഡ്, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളിപ്പോ സ്റ്റാർച്ച് എന്താ പറഞ്ഞ ഗ്ലൂക്കോസിനെ മാല പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞു അല്ലെ. DNA നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ് 1, ഒന്നാമത്തെ ഒരു ന്യൂക്ലിയോടൈഡ് പ്ലസ് രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡ്, ഓക്കെ, ദെൻ തേർഡ് ന്യൂക്ലിയോടൈഡ്. ഇതുപോലെ മാല പോലെ ന്യൂക്ലിയോടൈഡ്, ഈ ന്യൂക്ലിയോടൈഡ് ആണ് ഇവിടെ ചോദിച്ചേക്കണേ, അതെന്താന്ന് പറയാം. ഈ ന്യൂക്ലിയോടൈഡിന്റെ ഒരു മാലയാണ് DNA ആയിക്കോട്ടെ RNA ആയിക്കോട്ടെ. സോ DNA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ. പോളി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ അല്ലെ, മൾട്ടിപ്പിൾ ന്യൂക്ലിയോടൈഡ് ചെയിൻ, പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ. അത് DNA ആയിക്കോട്ടെ RNA ആയിക്കോട്ടെ, ഇവരെല്ലാം എന്താണ്, പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻസ് ആണ്. ഇനി ഇത് നമ്മള് സ്റ്റാർച്ചിന്റെ കേസിൽ പറഞ്ഞു, ഈ ലിങ്കേജ് ഏതാണ് അല്ലെ, ഈ പ്ലസ് ഇട്ടേക്കുന്ന ലിങ്കേജ് ഏതാണ് സ്റ്റാർച്ചില്? പറഞ്ഞോ അനന്യ. ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ്. ഓക്കെ, ഇതില് വരുമ്പോ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ആണ് കേട്ടോ. ന്യൂക്ലിയേറ്റഡുകളെ തമ്മിൽ ജോയിൻ ചെയ്തേക്കുന്നത് ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് ആണ്. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് പറയാനുള്ളത് ഓരോ ന്യൂക്ലിയോടൈഡും എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരു ന്യൂക്ലിയോടൈഡിനെ എടുത്തു, N1 എടുത്തു. 3 സാധനങ്ങളാണ് ഒരു ന്യൂക്ലിയോടൈഡിൽ ഉണ്ടാവുക. ഫസ്റ്റ് നമുക്ക് പറയാം ഒരു ഷുഗർ, 5 കാർബൺ ഉള്ള റിംഗ് ആണ് വരച്ചേക്കണേ. ഓക്കെ, ഒരു ഷുഗർ 5 കാർബൺ ഷുഗർ. ഒന്നാമത്തെ ആൾ ആരാണ്? 5 കാർബൺ ഷുഗർ. അപ്പൊ ഇത് എല്ലാ ഓപ്ഷനിലും ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലെ, എല്ലാ ഓപ്ഷനിലും ഷുഗർ ഉണ്ട്. ഓക്കെ, അടുത്തത് ഒരു നൈട്രജൻ ബേസ്, നൈട്രജൻ കണ്ടെയ്നിങ് ബേസ്. ഓക്കെ, എന്താ ഇത് ഓരോന്നും ഞാൻ പറഞ്ഞോളാം. അപ്പൊ എന്തൊക്കെയുണ്ട്? ഒരു ഷുഗർ ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ നൈട്രജൻ ബേസ് ഉണ്ടോ? ഉണ്ട്. സെക്കൻഡ് ഓപ്ഷനിൽ ഉണ്ടോ? സെക്കൻഡ് ഓപ്ഷനിൽ ഇല്ല. ബി നമുക്ക് എലിമിനേറ്റ്, നമുക്ക് അറിയാൻ വയ്യെങ്കിലാ ഞാൻ പറയണേ. സെക്കൻഡ് ഓപ്ഷനിൽ നൈട്രജൻ ബേസ് ഇല്ല, തേർഡ് ഓപ്ഷനിലുണ്ട്, ഫോർത്ത് ഓപ്ഷനിലും നൈട്രജൻ ബേസ് ഉണ്ട്. അപ്പൊ ഒരെണ്ണം നമ്മൾ എലിമിനേറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ ഫോസ്ഫേറ്റ്. അടുത്ത ആളാണ് ഫോസ്ഫേറ്റ്. ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പൊ ആരൊക്കെയായി? ഒരു ഷുഗർ, ഒരു നൈട്രജൻ ബേസ്, ഒരു ഫോസ്ഫേറ്റ്. കറക്റ്റ് ആൻസർ ഏതാ? സി ആണ് കറക്റ്റ് ആൻസർ. പഠിച്ചു വെക്കണം. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ 3 ആളുകൾ ചേർന്നതാണ്. ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ്. ഇനി ഷുഗറിന്റെ പ്രത്യേകത, ഈ പോളി ന്യൂക്ലിയേറ്റഡ് ചെയിന്റെ എക്സാമ്പിൾ ഞാൻ ഏതൊക്കെയാ പറഞ്ഞത്? DNA-യും RNA-യും അല്ലെ. DNA ആണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ന്യൂക്ലിയോടൈഡിലും എന്തുണ്ട്? ഷുഗർ ഉണ്ട്. DNA ആണെങ്കിൽ അവിടുത്തെ ഷുഗർ, DNA-യുടെ എക്സ്പാൻഡ് ചെയ്ത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അവിടുത്തെ ഷുഗറിന്റെ പേരാണ് ഡിഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. എന്തുകൊണ്ട് അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ പറയാട്ടോ. ഇതിപ്പോ ഒരു എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. ക്ലാസ്സിൽ എന്തുകൊണ്ടാന്നൊക്കെ നമുക്ക് പറയണ ചോദിക്കാറുണ്ട്. അപ്പൊ DNA എന്ന് പറഞ്ഞാൽ DNA-യുടെ ഷുഗർ ഏതാണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. 5 കാർബണുള്ള ഞാൻ വരച്ചില്ലേ, ഡിയോക്സി റൈബോ ആണ് DNA-യിൽ. അതുകൊണ്ടാണ് ആ പേര് വന്നേക്കുന്നത്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റൈബോസ് ഷുഗർ, ഡിയോക്സി റൈബോസ് ഷുഗർ. RNA-യിലെ ഷുഗറിന്റെ പേര് എന്തായിരിക്കും ഇപ്പോ? റൈബോസ്. ഒരു മിനിറ്റ്, എന്തൊക്കെയോ ഓണായിട്ട്. ഓക്കെ, RNA-യിലെ ഷുഗറിന്റെ പേര് റൈബോസ് ഷുഗർ. അതുകൊണ്ടാണ് ആ പേര് വന്നേക്കുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഷുഗർ പഠിച്ചു അല്ലെ. ഫോസ്ഫേറ്റ് അവിടെ ഉണ്ട്. ഓക്കെ, നൈട്രജൻ ഷുഗർ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് നൈട്രജൻ ബേസ്. ഓക്കെ,
ഫസ്റ്റ് നമുക്ക് ഡി എൻ എ ആണ് പറയാനുള്ളത്. ഡി എൻ എയിലുള്ള നൈട്രജൻ ബേസ്, ഒരു സെക്കൻഡ്, ഡി എൻ എയിലുള്ള നൈട്രജൻ ബേസ് ആണ് ഏതൊക്കെയാ? തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ആർഎൻഎയിലുള്ള ഷുഗർ ആണ് അഡിനിൻ, ഗ്വാനിൻ, പറഞ്ഞോ, യുറാസിൽ, സൈറ്റോസിൻ. മനസ്സിലായോ? തൈമിൻ ഉണ്ടാവൂല ആർഎൻഎയില്, അതിന് പകരം യുറാസിലായിരിക്കും. അത്രയേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡ് നിർമ്മിച്ചിരിക്കുന്നത് ഷുഗറും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസും കൊണ്ടിട്ടാണ്. ഷുഗർ ഡി എൻ എ ആണെങ്കിൽ ഷുഗർ ഏതായിരിക്കും? ഡിയോക്സി റൈബോസ്. ആർഎൻഎ ആണെങ്കിൽ റൈബോസ്. ഇനി അവിടുത്തെ ബേസ്, നൈട്രജൻ ബേസ് ഡി എൻ എയിലാണെങ്കിൽ ഒന്നില്ലെങ്കിൽ എ ആയിരിക്കും, അഡിനിൻ ആയിരിക്കും, അല്ലെങ്കിൽ തൈമിൻ ആയിരിക്കും, സൈറ്റോസിൻ വരാം, തൈമിൻ വരാം. ആർഎൻഎ ആണെങ്കിൽ അവിടെ എന്തൊക്കെ വരാം? അഡിനിൻ വരാം, യുറാസിൽ വരാം, ഗ്വാനിൻ വരാം, സൈറ്റോസിൻ വരാം. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ കാർബോഹൈഡ്രേറ്റിനെ പറ്റി പഠിച്ചു അല്ലെ? അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ന്യൂക്ലിയോടൈഡ്സിനെ പറ്റി പഠിച്ചു. ഇതൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയകളാണ്. ക്ലിയർ ആണോ? പറഞ്ഞേ. അയ്യോ, വേം പറ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ചോയ്സ് കണ്ടെയ്ൻ ഓൾ 3 മോളിക്കുലാർ യൂണിറ്റ്സ് ഫൗണ്ട് ഇൻ ന്യൂക്ലിയോടൈഡ്സ്? ഇതല്ലേ ഇപ്പൊ ചെയ്തത്, സോറി. ഇതാണ് എന്റെ ഫിഗർ ഉണ്ട്. ഫിഗർ ഒന്നും വെച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഇവിടെ കാണിച്ചേക്കാം. ഇത് കണ്ട് ഞാൻ വരച്ച ഷുഗർ, 5 കാർബൺ ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ്. ഓക്കെ ആണോ? ഇതാണ് ഈ ഒരു സ്ട്രാൻഡ്. കണ്ടോ, ഇങ്ങനെ പോകുന്ന ഈ ഒരു സ്ട്രാൻഡ് ഇതിനെ കൂട്ടിച്ചേർത്താണ് പോയേക്കുന്നത്. അടുത്ത സ്ട്രാൻഡും ഇങ്ങനെയാണ് പോയേക്കുന്നത്. നമുക്ക് ക്ലാസ്സിൽ പറയാം. എല്ലാം കൂടെ പറഞ്ഞാൽ മൊത്തത്തില് ബുദ്ധിമുട്ടാവും, മനസ്സിലാവില്ല. അത്രയും മതി. ഇത് ഓക്കെയാണ്. അടുത്തൊരു ചോദ്യം. ഇൻ എ ഡി എൻ എ സ്ട്രാൻഡ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ന്യൂക്ലിയോടൈഡ്സ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ. ആൻസർ ഇട്ടോ? ഓക്കെ, ശരി. ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ്. അടുത്തത് നിങ്ങൾ പറയണം. എ ഓപ്ഷൻ ഏതാ? എ ഓപ്ഷൻ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് എവിടെയാ? കാർബോഹൈഡ്രേറ്റ്. പെപ്റ്റൈഡ് ബോണ്ട് എവിടെയാ? പ്രോട്ടീൻസ്. ഓക്കെ. സോ ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് അടുത്തതിനെ പറ്റി പറയാം. 3 പ്രധാനപ്പെട്ട ബയോമോളിക്യൂൾസ് ആണ്. 3 അല്ല 4 അതിൽ ഒന്നാമത്തതാണ് കാർബോഹൈഡ്രേറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അവിടുത്തെ ഗ്ലൈക്കോസൈഡിക് ബോണ്ട് അല്ലെ, സിമ്പിൾ ഷുഗേഴ്സിനെ ജോയിൻ ചെയ്യിപ്പിച്ചിരുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. അടുത്തത് ഡി എൻ എ, ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ബോണ്ടാണ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഈ ഫിഗറിൽ നോക്കൂ, കണ്ടോ? ഇത് ഷുഗർ, ഇത് ഫോസ്ഫേറ്റ്, ഇത് നൈട്രജൻ ബേസ്, ഇത് അടുത്തത്, ഇത് N1, ഇത് N2 തമ്മിൽ ലിങ്ക് ചെയ്തേക്കുന്ന ഈ ബോണ്ടാണ്, കണ്ടോ? ഈ ബോണ്ടാണ് ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ്. ഓക്കെ, ഇനി അടുത്തത് പെപ്റ്റൈഡ് ബോണ്ടാണ്. നമ്മള് ഗ്ലൂക്കോസിന്റെ കേസിൽ സ്റ്റാർച്ചിന്റെ കേസിൽ പറഞ്ഞു ഗ്ലൂക്കോസിനെ മാല പോലെ കൂട്ടിച്ചേർത്തു അല്ലെ, പോളിസാക്കറൈഡ്. ഇനി പോളി ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ആർഎൻഎ ഡി എൻ എയുടെ കേസിൽ ന്യൂക്ലിയോടൈഡ്സിനെ മാല പോലെ ആക്കി ത്രൂ ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ്. ഈ പ്രോട്ടീൻസ് ആർ മേഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡുകൾ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോ പ്രോട്ടീനിൽ ധാരാളം അമിനോ ആസിഡുകൾ കാണും. അമിനോ ആസിഡുകളെ ഇവിടെ ഇതുപോലെ മാല പോലെ ചേർത്ത് വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കണ്ടോ, ഈ ലിങ്കേജ് ആണ് ഏത് ലിങ്കേജ്? പെപ്റ്റൈഡ് ലിങ്കേജ് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ലിങ്കേജ്. പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആണോ? ഗ്ലൈക്കോസൈഡിക് കാർബോഹൈഡ്രേറ്റില് ഫോസ്ഫോഡയസ്റ്റർ, നമ്മുടെ പോളിന്യൂക്ലിയോടൈഡ് ആർഎൻഎ അല്ലെങ്കിൽ ഡി എൻ എയില് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സില് പെപ്റ്റൈഡ് ബോണ്ട്. പ്രോട്ടീനില് ഹൈഡ്രജൻ ബോണ്ട് എവിടെ കാണപ്പെടും? ഒരു ഇഷ്ടംപോലെ സ്ഥലത്ത് കാണപ്പെടും. ഒരു ഉദാഹരണം ഞാൻ പറയാം.
നമ്മൾ നൈട്രജൻ ബേസ് പറഞ്ഞില്ലേ? ഫിഗർ അത്ര ക്ലിയർ അല്ല. നൈട്രജൻ ബേസ് പറഞ്ഞല്ലോ അല്ലെ? ഇതാണ് ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ്. ഇവിടെ ഷുഗർ ഉണ്ട്. ഷുഗറിൽ നിന്ന് പുറത്തേക്ക് ആരുണ്ട്? നൈട്രജൻ ബേസ് ഉണ്ട്. ഓക്കെ, അടുത്തതായി ഇവിടെയും നൈട്രജൻ ബേസ് ഉണ്ട്. അഡിനോ തൈമിനോ, സപ്പോസ് ഇത് അഡിനാന്ന് വിചാരിച്ചോളൂ. ദെൻ അടുത്ത DNA ഒരു ഗോവണി പോലെ 2 സ്ട്രാൻഡ് ഉണ്ട്. ഒരു സ്ട്രാൻഡ് നമ്മൾ വരച്ചു. അടുത്ത സ്ട്രാൻഡിലും ഉണ്ട് ഇതുപോലെ നൈട്രജൻ ബേസ്. കണ്ടോ നൈട്രജൻ ബേസ്? ക്ലിയർ ആണോ? അപ്പം ഈ രണ്ട് സ്ട്രാൻഡുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിന്നാൽ DNA ഉണ്ടാവോ? DNA സ്ട്രക്ചർ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഗോവണി പോലെയാണ്. അപ്പൊ ഈ 2 സ്ട്രാൻഡ് സെപ്പറേറ്റ് ആയിട്ട് നിന്നാൽ DNA ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഇവര് തമ്മിൽ ഇന്ററാക്ട് ചെയ്യണം. ആൻഡ് ദിസ് ബോണ്ട് ഈസ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ ഈ പറയുന്ന DNA അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സില് നൈട്രജൻ ബേസുകൾ തമ്മിൽ ഉള്ള ബോണ്ടാണ് ഒരു ഉദാഹരണം ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, അഡിനിനും തൈമിനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട്, ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട്. ക്ലിയർ ആണോ? പെട്ടെന്ന് പറ, ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞു ക്ലിയർ ആണോ? രേഷ്മ അല്ല, രേഷ്മയല്ല, രമീഷ. അബിത ഹാൻഡ് റൈസ് ചെയ്തേക്കണ എന്തിനാ? മനസ്സിലാവാത്തോണ്ടാണോ പറഞ്ഞേ? അതോ അബദ്ധം പറ്റിയതാണോ? അൺമ്യൂട്ട് ആക്കി പറഞ്ഞോ. ഓക്കെ, അടുത്ത ചോദ്യം. Name the stage at which synapses of chromosome appears during prophase 1 of meiosis. Cell division എന്നുള്ള ചോദ്യം. Name the stage at which synapses, നമ്മൾ അത്യാവശ്യം ബയോകെമിസ്ട്രി പറഞ്ഞു, കുറച്ച് സെല്ല് പറയണം. Name the stage at which synapses of chromosomes appears during prophase 1 of meiosis. ആൻസർ ഇട്ടേ. ഓക്കെ അബിത, ആൻസർ ഇട്ടോ? ഇപ്പൊ കാണാവോ? കാണാലോ? നോക്കിയേ, നമുക്ക് മിയോസിസ് അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെല്ല് ഡിവൈഡ് ചെയ്യണം. നമ്മൾ കോശത്തെ പറ്റിയിട്ട് കുറച്ചുപേരെ ക്ലാസ്സിലുള്ള കുറച്ചുപേരൊക്കെ ഇതിനകത്ത് കാണുന്നു. അപ്പൊ കോശത്തെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. ഇനി കോശം വിഭജിക്കണം. നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ വളരുന്നു അല്ലെ? അപ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിലുള്ള കോശത്തിന്റെ നമ്പർ കൂടും. ഉള്ള കോശം വിഭജിച്ച് അല്ലെ? നമ്മൾ സെൽ തിയറിയിൽ പഠിക്കും. സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് പഠിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു കോശം വിഭജിച്ച് പുതിയൊരു കോശം ഉണ്ടാകുന്നത്? അത് 2 രീതിയിൽ ഉണ്ടാവാം, മൈറ്റോസിസും മിയോസിസും. സെൽ ഡിവിഷൻ നമുക്ക് 2 രീതിയിലുണ്ട്. ഒന്ന് മൈറ്റോസിസ്, 2 മിയോസിസ്. ഓക്കെ, മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു അല്ലെ? നമ്മുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞപ്പം 2 ആഴ്ച കഴിയുമ്പോൾ അത് കൂടി വരും അല്ലെ? അവിടെ പുതിയ കോശങ്ങൾ ഉണ്ടായി വന്നു. ഇതാണ് മൈറ്റോസിന്റെ ഒരു ഉദാഹരണം. അല്ലെ, നമ്മൾ വളരുന്നു അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? പുതിയ കോശങ്ങൾ, നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇവിടെ നടക്കുന്നത് മൈറ്റോസിസ് എന്ന് പറയുന്ന രീതിയിലുള്ള കോശ വിഭജനം ആണ്. ഓക്കെ, ഇനി മൈറ്റോസിസിന് നമുക്ക് പ്രധാനമായിട്ടും പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് 4 ഫേസുകളാണ് ഉള്ളത്. മതി, പിന്നെ പഠിക്കാം. അതുപോലെ മിയോസിസ് ഉണ്ട്. അതായത് റീപ്രൊഡക്ഷന്റെ സമയത്ത് അല്ലെ, അച്ഛൻ കുട്ടിക്ക് കൊടുക്കുന്നത് എന്താണ്? സ്പേം ആണ്. അമ്മ കൊടുക്കുന്നത് എന്താണ്? എഗ് ആണ് അല്ലെ? അപ്പൊ നമുക്കൊക്കെ ഓരോ ക്രോമസോം നമ്പറുകളുണ്ട്. ഹ്യൂമന്റെ ക്രോമസോം നമ്പർ 46 ആണ്. നമുക്ക് DNA ഉണ്ടല്ലോ. ഈ DNA 2 മീറ്റർ 3 മീറ്റർ ഒക്കെ നീളത്തിലുള്ള സാധനമാണ് DNA. ഇതിങ്ങനെ നമ്മുടെ ചെറിയ സെല്ലിനകത്ത് വെക്കാൻ പറ്റും. അപ്പൊ DNA നന്നായിട്ട് ചുരുട്ടി കൂട്ടിയാണ് വെച്ചേക്കുന്നത്. ഈ ഓരോ പാക്കറ്റുകളായിട്ട് ചുരുട്ടിയേക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്രോമസോം. സിമ്പിൾ ആക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമുക്ക് DNA ഉണ്ട്. DNA നല്ല നീളത്തിലുള്ളതാണ്. അതിനെ ചുരുട്ടി പാക്കറ്റുകളാക്കിയാണ് വെച്ചേക്കുന്നത്. അതിൽ ഓരോ പാക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ക്രോമസോം. അത് ഹ്യൂമനിലുള്ള ക്രോമസോം അത്രേ ആയിരിക്കില്ല വേറൊരു ജീവിയിലുള്ളത്. ഈസിലുള്ള അത്ര ആയിരിക്കില്ല വേറൊരു എന്താണ് പട്ടികയിലോ പൂച്ചയിലോ ഒക്കെ ഉള്ളത്. ക്രോമസോം നമ്പർ ഓരോ ജീവിയിലും വ്യത്യാസപ്പെടും. അപ്പൊ ഹ്യൂമന്റെ കേസിൽ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 46 ആണ്. 46 ക്രോമസോം ഉണ്ട്. അപ്പൊ റീപ്രൊഡക്ഷന്റെ സമയത്ത് അച്ഛൻ കൊടുക്കുന്നത് സ്പേം ആണ്, അമ്മ കൊടുക്കുന്നത് എഗ് അല്ലെങ്കിൽ ഓവമാണ്. ഓക്കെ,
അപ്പം അച്ഛൻ എന്ത് കൊടുത്തു? എഗ് കൊടുത്തു. സോ 46 ക്രോമസോം ആണെന്ന് വിചാരിക്കൂ. അമ്മ എന്ത് കൊടുത്തു? എഗ് കൊടുത്തു. 46 ക്രോമസോം ആണെന്ന് വിചാരിക്കൂ. ഇത് രണ്ടും കൂടെ ചേർന്നാല് അല്ലെ 46 + 46 എത്രയാവും? 90 ഒക്കെ ആവും. അപ്പോഴത്തേക്കും അത് പറ്റില്ല. ഉണ്ടാകുന്ന കുട്ടിയും മനുഷ്യനായിരിക്കണ്ടേ, 46 തന്നെ വരണ്ടേ. അപ്പൊ എന്ത് വേണം? അച്ഛൻ സ്പേം കൊടുക്കുമ്പോ സ്പേമിലെ ക്രോമസോം നമ്മൾ പകുതിയായിട്ട് കുറയ്ക്കണം. 46 എന്നുള്ളത് പകുതിയാകുമ്പോ എത്രയാവും? 23. നേരെ പകുതിയാക്കണം. അമ്മ എഗ് കൊടുക്കുമ്പോ 46 എന്നുള്ളത് എത്ര ആയിട്ട് കുറയ്ക്കണം? എഗ്ഗില് ക്രോമസോം നമ്പർ എത്ര ആയിട്ട് കുറയ്ക്കണം? 23 ആയിട്ട് കുറയ്ക്കണം. എന്നിട്ട് അപ്പൊ സ്പേമിൽ 23, എഗ്ഗിൽ 23. ഓക്കെ, ഇത് രണ്ടും കൂടെ നമ്മൾ അങ്ങ് ചേർത്തു. അപ്പൊ ഒരു അടുത്ത പ്രോഡക്റ്റില് സൈഗോട്ട് എന്ന് പറയും. അപ്പൊ നമുക്ക് എത്ര കിട്ടണം? 46 കിട്ടണം. മനസ്സിലായോ? അപ്പം സ്പേമിൽ നടക്കുന്ന എഗ്ഗിൽ ഇതുപോലത്തെ ക്രോമസോം നമ്പർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റീപ്രൊഡക്ഷന്റെ ടൈമില് എഗ്ഗിലും സ്പേമിലും ഒക്കെ നടക്കുന്ന ആ ഡിവിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിയോസിസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണെങ്കിൽ ബാക്കി പറയാം. ഒന്ന് റെസ്പോണ്ട് ചെയ്യും, പെട്ടെന്ന് പറ. ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞ രണ്ട് മൈറ്റോസിസും മിയോസിസും മനസ്സിലായോ? അത്രേ ഉള്ളൂ. പഠിക്കാം, പിന്നെ പഠിക്കാം. പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? പെട്ടെന്ന് ആൻസർ ചെയ്യും. ക്ലിയർ ആണ്? ഓക്കെ. അപ്പോ മിയോസിസ് റീപ്രൊഡക്റ്റീവ് സൈക്കിളുകളില് നടക്കുന്ന, അല്ലെങ്കിൽ എഗ്ഗിലും സ്പേമിലും അങ്ങനെ ചോദിക്കാൻ ചിലപ്പോ. മൈറ്റോസിസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നതാണ്. നമ്മൾക്കൊന്ന് മുറിയോ ചുളിയോ ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ പോയി പുതിയ കോശങ്ങൾ വരുമ്പോൾ അവിടെ നടക്കുന്ന മൈറ്റോസിസ്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് സെൽ ഡിവിഷൻ എപ്പോഴും 4 ഫേസുകളുണ്ട്. ഒന്ന് ചുരുക്കിയാ പറയണേ, ഒന്ന് പ്രോഫേസ്, 2 മെറ്റാഫേസ്, 3 അനാഫേസ്, ദെൻ ടീലോഫേസ്. 4 എണ്ണം ഏതൊക്കെയാണ്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇത് ശരിക്കും നമ്മുടെ ന്യൂക്ലിയസ് വിഭജിക്കുന്ന ഫേസുകളാണ്. ഓക്കെ. അപ്പൊ പ്രോഫേസിൽ നമ്മുടെ ക്രോമസോം നല്ല കട്ടിയാവും. അടുത്തത് മെറ്റാഫേസിൽ ക്രോമസോം ഈ കോശത്തിന്റെ നേരെ നടുക്കോട്ട് വന്ന് അറേഞ്ച് ചെയ്യും. അനാഫേസില് രണ്ട് പോളിലേക്ക്, കോശത്തിന്റെ 2 പോളിലോട്ട് പോകും. ടീലോഫേസില് പോളിലെത്തും, കോശത്തിന്റെ 2 മൂലയിലെത്തും. ഇത്രയേ ഉള്ളൂ. നമുക്ക് പിന്നെ പഠിക്കാം. ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? സിനാപ്സിസ്. ഇതൊന്നും നമുക്കറിയത്തില്ല. എന്താ സിനാപ്സിസ്? പ്രോഫേസ് 1 ഓഫ് മിയോസിസ്. അതായത് മിയോസിന്റെ പ്രോഫേസ് 1-ൽ ക്രോമസോമിന് സിനാപ്സിസ് നടക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. ഓക്കെ. അപ്പൊ മിയോസിസില്, പ്രോഫേസില് ഓൾറെഡി നമ്മൾ 4 സ്റ്റേജ് പറഞ്ഞു, അത്രേ ഉള്ളൂ. മിയോസിസിലോട്ട് വരുമ്പം അവിടെയും സെയിം ആണ്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, 4 ഫേസ് ഉണ്ട്. അതിൽ പ്രോഫേസിനെ നമ്മൾ വീണ്ടും 5 ആയിട്ട് തിരിക്കും. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാ പ്രോഫേസിനെ വീണ്ടും തിരിച്ചേക്കുന്ന ഫേസ് ആണ്? ലെപ്റ്റോട്ടീൻ ഫേസ്, സൈഗോട്ടീൻ ഫേസ്, പാക്കിറ്റീൻ ഫേസ്, ഡിപ്ലോട്ടീൻ ഫേസ് ആൻഡ് ഡയാകൈനസിസ്. 5 ഫേസുകളായിട്ട് നമ്മൾ തിരിച്ചു. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. ഇതില് ഞാൻ ആദ്യമേ പറഞ്ഞു, മൈറ്റോസിസിലെ പ്രോഫേസിലെ ക്രോമസോം നന്നായിട്ട് കണ്ടൻസ്ഡ് ആവും. ഇതാണ് നടക്കുന്നത്. ലെപ്റ്റോട്ടീനിലെ സെയിം ആണ്. ക്രോമസോം നല്ല കണ്ടൻസ്, നല്ല തിക്കാവും. കാരണം ഈ വലിച്ചുകൊണ്ടൊക്കെ പോകേണ്ടതല്ലേ, മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ നല്ല കട്ടിയാവും. കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം, ഫസ്റ്റ് ഫേസ്. ആൻഡ് സെക്കൻഡ് വൺ സൈഗോട്ടിൻ ഫേസ് എന്ന് പറഞ്ഞാല്, ഇപ്പം അമ്മയ്ക്ക് 23 ക്രോമസോം നമുക്ക് തന്നു അല്ലെ, 23. ആൻഡ് ഫാദർ എത്ര തരും? 23 തരും. ഫാദർ 23 തരും. അപ്പൊ ഈ നമ്പർ ചെയ്തേക്കുന്നതിൽ ഫസ്റ്റ് ക്രോമസോം ഉണ്ടാവില്ലേ? അമ്മയ്ക്ക് ഫസ്റ്റ് ക്രോമസോം, അതുപോലെ ഫാദറിനും ഫസ്റ്റ് ക്രോമസോം. ഇതാണ് ഹോമോലോഗസ് ക്രോമസോം. ആ ഒന്നാമത്തെ ക്രോമസോം അച്ഛന്റെ, അമ്മയുടെ. ദെൻ രണ്ടാമത്തെ ക്രോമസോം, അതായത് നമ്പറിലുള്ള ക്രോമസോം. മനസ്സിലാവുന്നുണ്ടോ? ഹോമോലോഗസ് ക്രോമസോമിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? അച്ഛനിലെ ഒന്നാമത്തെ ക്രോമസോം ആണ് അമ്മയിലെ ഒന്നാമത്തെ ക്രോമസോമിനോട് ഹോമോലോഗസ്. രണ്ടാമത്തെ ക്രോമസോം ഇതുപോലെ ഹോമോലോഗസ്. മനസ്സിലായോ? അതൊന്ന് പറഞ്ഞ് മനസ്സിലായോ? ഒന്ന് ഹോമോലോഗസ് ക്രോമസോം എന്താണെന്ന് മനസ്സിലായോ? അച്ഛന്റെ 1, അമ്മയുടെ 1, അത് രണ്ടും ഹോമോലോഗസ് ആണ്.
1 എന്ന് പറയുന്ന ക്രോമസോം അച്ഛന്റെ, 1 എന്ന് പറയുന്നത് അമ്മയുടെ. ഓക്കെ. ഇനി ഇവര് പെയർ ചെയ്യും. കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. നമ്മളിപ്പോ നമ്മുടെ ഹ്യൂമന്റെ കേസാ പറയുന്നത്. ഇവിടെ നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പം അച്ഛന്റെ അമ്മയുടെ സ്വഭാവം വരണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മിക്സ് ചെയ്യും. ചീട്ട് കളിക്കുമ്പോ എങ്ങനെ ചീട്ട് ഷഫിൾ ചെയ്യുന്നത്, അതേപോലെ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രോമസോം എന്ത് ചെയ്യും? പെയർ ചെയ്യും. ഇതാ 1ഉം 1ഉം കൂടെ ചേരും. മനസ്സിലായ? ക്രോമസോം 1ഉം ക്രോമസോം 1ഉം കൂടെ ചേരും. ഇതിനെയാണ് നമ്മൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിനാപ്സിസ് എന്ന് വിളിക്കുന്നത്. സിനാപ്സിസ് എന്ന് വിളിക്കുന്നത് ഈ പ്രോസസ്സിനെയാണ്. ഈ ഹോമോലോഗസ് ക്രോമസോമുകൾ 1 1, 2 2, 3 3 ചേരുന്നതിനെയാണ്. അങ്ങനെ 23 എണ്ണവും ചേരും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോലോഗസ് ചേരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? സിനാപ്സിസ്. അപ്പൊ ചേർന്ന ഒരു കോംപ്ലക്സ് ആയില്ലേ? ആ കോംപ്ലക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ പ്രോഫേസിലെ ഫസ്റ്റ് ലെപ്റ്റോട്ടീനിൽ കണ്ടൻസ്ഡ് ആവും, സൈഗോട്ടീനിൽ ക്രോമസോം ഒട്ടിച്ചേരും, സിനാപ്സിസ് എന്ന് വിളിക്കും. പാക്കിറ്റീനില് നോക്കിക്കേ, ഇത് ഹോമോലോഗസ് ക്രോമസോം ചേർന്നു അല്ലെ. എന്നിട്ട് അമ്മയുടെ ഒരു ഭാഗവും അച്ഛന്റെ ഒരു പൊക്കം വെക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചു ക്രോമസോമില്. ഇതങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും, ചീട്ട് കളിക്കുന്ന പോലെ. കുറച്ച് റീജിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് കളിക്കും. മനസ്സിലായോ? ഇതാണ് പാക്കറ്റിൻ സ്റ്റേജിൽ നടക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. ക്രോസിംഗ് ഓവർ നടക്കും എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ചില റീജിയൻ, ചില സ്വഭാവത്തിന്റെ റീജിയൻ അങ്ങോട്ട് പോവും, ചിലത് ഇങ്ങോട്ട് വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യും. അതാണ് പാക്കറ്റിനിൽ നടക്കുന്നത്. സയന്റിഫിക്കലി ക്രോസിംഗ് ഓവർ. മനസ്സിലായി? എപ്പോഴാണ് നമുക്ക് രണ്ടും ഇന്റർമിംഗിൾഡ് ആയിട്ടുള്ള സ്വഭാവം വരുന്നത് കുട്ടിക്ക്? ദെൻ ഡിപ്ലോട്ടിൻ ഫേസ്, ആ ക്രോസിംഗ് ഓവർ അവിടെ കംപ്ലീറ്റ് ആവും. ക്രോസിംഗ് ഓവർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ബാക്കി ക്രോമസോം ഒക്കെ ഇങ്ങനെ വിട്ടുവരും. ഈ എൻഡ് മാത്രം ഇടാതെ നിൽക്കും. ഇതിനെയാണ് നമ്മൾ കയസ്മാറ്റ എന്ന് വിളിക്കുന്നത്. കയസ്മാന്ന് എവിടെയുള്ളൂ? കയസ്മാറ്റ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് ലെപ്റ്റോട്ടിൻ കണ്ടൻസ്ഡ് ആയി, സൈഗോട്ടിൻ പെയർ ചെയ്തു, പാക്കറ്റിനിൽ എന്ത് സംഭവിച്ചു? ക്രോസിംഗ് ഓവർ നടന്നു, ഡിപ്ലോട്ടിനിൽ വിട്ടുവന്നു, എക്സെപ്റ്റ് പോയിന്റ് ടിപ്പ്, എന്താണ് ടിപ്പുകൾ, അതിനെയാണ് നമ്മൾ കയസ്മാറ്റ. ടിപ്പല്ല, ചില പോയിന്റ് ക്രോസിംഗ് ഓവർ നടന്ന സ്ഥലം മാത്രം ഇങ്ങനെ ഒട്ടിയിരിക്കും. അതിനെയാണ് കയസ്മാറ്റ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ഡയാകൈനസിസ് എന്ന് പറഞ്ഞാൽ ഈ പോയ ഡയാകൈനസിസില് ഫസ്റ്റ് ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ് ലെപ്റ്റോട്ടിനിൽ ക്രോമസോം കണ്ടൻസ്ഡ് ആവും അല്ലെ. അടുത്ത സ്റ്റേജില് അത് മാത്രമല്ല, ലെപ്റ്റോട്ടിനിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഈ ന്യൂക്ലിയസിന്റെ മെംബ്രെയിൻ ഒക്കെ പോകും. അപ്പൊ അതൊക്കെ തിരിച്ചു വരും. ഡയാകൈനസിൽ എന്ത് സംഭവിക്കും? ഹോമോലോഗസ് ക്രോമസോം സ്റ്റാർട്ട് ടു സെപ്പറേറ്റ് ആൻഡ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഡിസപ്പിയർ. തിരിച്ചു വരുന്നത് ഈ സ്റ്റേജിലല്ല, പ്രോഫേസിന്റെ ലേറ്റ് സ്റ്റേജിലാണ്. അത് വേണ്ട. ഇപ്പം ഡയാകൈനസിസില് ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റഡ് ആവും. അതായത് നമ്മൾ പറഞ്ഞു ചില പോയിന്റ്സിൽ ഇവർ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. ഈ ഡയാകൈനസിസിൽ ഇവർ ഫുള്ള് സെപ്പറേറ്റഡ് ആവും. ഈ കോംപ്ലക്സ് ഫുൾ ആയിട്ട് ഡിസപ്പിയർ ആവും. എന്നിട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ആവും. ഡിസപ്പിയർ ആവുന്നത് ഡയാകൈനസിലാണ്. ഒന്നുകൂടെ പറയാം. ലെപ്റ്റോട്ടീനിലെ ക്രോമസോം കണ്ടൻസ്ഡ് ആവും, സൈഗോട്ടിനിലെ ഹോമോലോഗസ് ക്രോമസോം കൂടിച്ചേരും, പാക്കറ്റിനിൽ എന്ത് സംഭവിക്കും? ഹോമോലോഗസ് ക്രോമസോം ക്രോസിംഗ് ഓവർ നടത്തും. ചില റീജിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യും. ഡിപ്ലോട്ടീനിലെ ക്രോസിംഗ് ഓവർ തീരും, ചില പോയിന്റ് അറ്റാച്ച്ഡ് ആയിരിക്കും. ഡയാകൈനസിസില് ഇവര് സെപ്പറേറ്റഡ് ആവാൻ തുടങ്ങും. അത് മാത്രമല്ല, ഈ ന്യൂക്ലിയസിനകത്താണ് ഇത് മൊത്തം ഇരിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ആവും. അപ്പോഴേ അടുത്ത സ്റ്റേജിൽ ഇവർക്ക് സെന്ററിൽ ഇങ്ങനെ അലൈൻ ചെയ്ത് പാരലായിട്ടൊക്കെ നിൽക്കാനൊക്കെ പറ്റുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ? ടേംസ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പറഞ്ഞിട്ട് ബാക്കി പറയാം. ഇനി നിങ്ങൾ ആൻസർ ചെയ്തിട്ട് പറയാം ഈ ചോദ്യത്തിന്റെ ആൻസർ. പിന്നീട്ടെ ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. ഒരു ഐഡിയ മാത്രം മതി, ബാക്കി നമുക്ക് പഠിക്കാം. സിനാപ്സിസ് കൂടിച്ചേരുന്നതാണ്. ഇത് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? ആൻസർ വരട്ടെ. കറക്റ്റ് ആണ്, സൈഗോട്ടിനിലാണ് അല്ലെ. അപ്പം ഇനി ഇത് മനസ്സിലായെന്നും കൂടെ പറഞ്ഞേ. ഈ പറഞ്ഞ സെൽ ഡിവിഷന്റെ മിയോസിസിന്റെ പ്രോഫേസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലായോ? മാറിയൊക്കെ പോവാം, മറന്നു പോവാം, എന്നാലും പറഞ്ഞ സാധനം മനസ്സിലായോ? അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രോഫേസ് ഓഫ് മിയോസിസ്?
ആൻസർ പെട്ടെന്ന് ചെയ്യണേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രോഫേസ് ഓഫ് മിയോസിസ്? ആൻസർ വന്നോ? വേഗം ആവട്ടെ. സൈഗോട്ടിനാണോ ആദ്യത്തെ സ്റ്റേജ്? ആ ഓപ്ഷനിലൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പാക്കറ്റിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഡിപ്ലോട്ടിനിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ബാക്കി കറക്റ്റ് ആണ്. ശരി, ലെപ്റ്റോട്ടീൻ. ലെപ്റ്റോട്ടീൻ ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ലെപ്റ്റോട്ടീൻ ഫസ്റ്റ് ഓപ്ഷൻ കണ്ടോ? ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേജ്. നമ്മൾ പറഞ്ഞു അതൊക്കെ. ദെൻ അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ, ഇപ്പൊ നമ്മൾ കുറച്ച് സെല്ല് അത്യാവശ്യം പറഞ്ഞു, ഇനി സെല്ല് പറഞ്ഞാൽ നിങ്ങളെ ഓടിക്കും തന്നെ. വിച്ച് ഓഫ് ദ ഫോളോവിങ്, കുറച്ച് ഫിസിയോളജി. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ മിനറാലോ കോർട്ടിക്കോയിഡ്? മിനറാലോ കോർട്ടിക്കോയിഡ്. ആൻസർ ചുമ്മാ ഇട്, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള എന്താണ്? മഞ്ജുഷ ആൻസർ ഇട്ടേ. കീർത്തി, ഹൈസം എന്നാണോ എഴുതിയേക്കണേ? ആൻസർ ഇട്ടേ. നോക്കാം. ഇത് കണ്ടോ? ഈ കാണത്തില്ലല്ലേ? നമ്മുടെ കിഡ്നിയുടെ മുകളിൽ നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഉണ്ട്. നമ്മുടെ കിഡ്നിയുടെ മുകളിലായിട്ട് കാണപ്പെടുന്ന ഗ്രന്ഥി അല്ലെങ്കിൽ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് നമ്മളുടെ അഡ്രീനൽ ഗ്ലാൻഡ്. ഓക്കെ, എന്താ പറഞ്ഞ്? കിഡ്നിയുടെ മുകളില് തൊപ്പി പോലെ കാണപ്പെടുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് എന്ത്? അഡ്രീനൽ ഗ്ലാൻഡ്. ഓക്കെ, അഡ്രീനൽ ഗ്ലാൻഡ്. നിങ്ങക്ക് കാണാവോ? അത് കാണാവോ കുറച്ചെങ്കിലും? കാണാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. കിഡ്നിയുടെ മുകളില് തൊപ്പി പോലെ കാണപ്പെടുന്ന ഈ ഒരു ഗ്രന്ഥിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡ്രീനൽ ഗ്രന്ഥി അല്ലെങ്കിൽ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് രണ്ട് റീജിയൻസ് ഉണ്ട്. ഇതാ പുറത്തെ കണ്ടോ? ഈ പുറത്തെ റീജിയനെയാണ് നമ്മൾ അഡ്രീനൽ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു റെഡ് കളറിൽ കാണുന്ന ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡ്രീനൽ കോർട്ടെക്സ്. എത്തിയോ? ഇതിലെ ഒരു കഷ്ണാണ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ കോർട്ടെക്സ് ഏതൊക്കെയാ? ഫസ്റ്റ് ഈ റീജിയൻ, ദെൻ ഈ റീജിയൻ, ആൻഡ് ഈ റെഡ് കളറിലുള്ള മൊത്തം കോർട്ടെക്സ് ആണ്. ഓക്കെ, ഇത് വന്നു, ആൻഡ് നെക്സ്റ്റ് വൺ ഇത് വന്നു, റീജിയൻ. ഇത് നമ്മൾ അതിന്റെ പേര് പഠിക്കാൻ പോവാം. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? കിഡ്നിയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്ലാൻഡിന്റെ പേര് പറഞ്ഞു, അഡ്രിനൽ ഗ്ലാൻഡ്. അതിന് രണ്ട് റീജിയൻ ഉണ്ട്. ഔട്ടർ റീജിയൻ ആണ് അഡ്രിനൽ കോർട്ടെക്സ്. ഓക്കെ, ആൻഡ് ഇന്നർ റീജിയൻ, ഉള്ളിലുള്ള റീജിയൻ ആണ് ഇന്നർ. ഇതിനെന്താ പറയാ? എന്താ? മെഡുല്ല. അഡ്രിനൽ മെഡുല്ല. ഇത്രയും ക്ലിയർ ആണെങ്കിൽ പറ, എന്നിട്ട് ബാക്കി പറയാം. ക്ലിയർ? യെസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ പഠിക്കണം. ഇതില് കോർട്ടെക്സിന്റെ കണ്ടോ പുറമേ ഉള്ള ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ജി എന്ന് ഓർക്കുക. എന്താണ്? സോണ ഗ്ലോമറുലോസ. ജി ആണ് സോണ ഗ്ലോമറുലോസ. ജി ഗ്ലോമറുലോസ. രണ്ടാമത്തെ ആ റീജിയനെ വിളിക്കുന്ന പേരാണ് എഫ് എന്ന് ഓർക്കുക. ജി എഫ് ആർ എന്ന് ഓർത്താൽ മതി. എഫ്. സോ സോണ ഫസിക്കുലേറ്റ. നെക്സ്റ്റ് രണ്ടാമത്തെ റീജിയൻ ആണ് സോണ ഫെസിക്കുലേറ്റ. അടുത്തത് മൂന്നാമത്തെ ആർ ഫോർ റെറ്റിക്കുലാരിസ്. സോണ റെറ്റിക്കുലാരിസ്. മൂന്ന് റീജിയൻ പഠിച്ചോ? കോർട്ടെക്സിനെ മൂന്നായിട്ട് തിരിച്ചു. പുറമേയുള്ള സോണ ഗ്ലോമറുലോസ, നടുക്കുള്ള സോണ ഫെസിക്കുലേറ്റ, ഉള്ളിലുള്ള സോണ റെറ്റിക്കുലാരിസ്. ഇതെല്ലാം കോർട്ടെക്സിന്റെ ഭാഗങ്ങളാണ്. ഇനി ആ ഉള്ളിലുള്ള റീജിയൻ ഇതേതാ? ദിസ് ഇസ് മെഡുല്ല അല്ലെ? ഈ റീജിയൻ ഇതാണ് മെഡുല്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ റീജിയനും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഗ്ലോമറുലോസ. കാണാലോ? ഗ്ലോമറുലോസ. ഗ്ലോമറുലോസ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് മിനറാലോ കോർട്ടിക്കോയിഡ്. പേരിനകത്തുണ്ട് അതിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫങ്ഷൻ. മിനറാലോ കോർട്ടിക്കോയിഡ്. എന്തായിരിക്കും ധർമ്മം? റെഗുലേഷൻ ഓഫ് മിനറൽ ബാലൻസ്. സോഡിയം പോലെയുള്ള മിനറൽ ബാലൻസ് ആണ് മിനറാലോ കോർട്ടിക്കോയിഡിന്റെ ഫങ്ഷൻ. എക്സാമ്പിൾ ആൽഡോസ്റ്റിറോൺ പഠിക്കണം. ഓക്കെ, രണ്ടാമത്തതാണ് ഫെസിക്കുലേറ്റ. എക്സാമ്പിൾ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്. അതിനകത്തുണ്ട് അതിന്റെ ധർമ്മം എന്താണ്? കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ റെറ്റിക്കുലാരിസ്. അതിന്റെ ഹോർമോൺ അത്ര പ്രധാനപ്പെട്ട ഹോർമോൺ ഒന്നും അല്ല, സെക്സ് ഹോർമോൺ. ഉറപ്പായിട്ടും നമ്മുടെ ടെസ്റ്റിസ് അല്ലെങ്കിൽ ഓവറി പ്രൊഡ്യൂസ് ചെയ്യും സെക്സ് ഹോർമോൺസിനെ. അത് കൂടാതെ എല്ലാവരിലും, ആണിലും പെണ്ണിലും എല്ലാം
മെയിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു റീജിയൻ ആണ് റെറ്റിക്കുലാരിസ്. അപ്പൊ ഇവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവിടെ ഉണ്ട്? സെക്സ് ഹോർമോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ. ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ സെക്സ് ഹോർമോൺ, മെയിൽ ഹോർമോൺ ആണ് ആൻഡ്രോജൻസ്. അല്ലെങ്കിൽ മെയിൽ ഹോർമോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ കോർട്ടെക്സിന് 3 റീജിയൻ, ഗ്ലോമറുലോസ, ഫെസിക്കുലേറ്റ, റെറ്റിക്കുലാരിസ്. എല്ലാത്തിനും മുമ്പ് ഇസഡ് ഉണ്ട്, സോണ. ഗ്ലോമറുലോസ പ്രൊഡ്യൂസ് മിനറാലോ കോർട്ടിക്കോയിഡ്, എക്സാമ്പിൾ ആൽഡോസ്റ്റിറോൺ. ഫെസിക്കുലേറ്റ പ്രൊഡ്യൂസ് കോർട്ടിസോൾ. ഓക്കെ, അടുത്ത റെറ്റിക്കുലാരിസ് പ്രൊഡ്യൂസ് സെക്സ് ഹോർമോൺസ്. ഓക്കെ, ഇപ്പൊ കോർട്ടെക്സ് കഴിഞ്ഞു. അടുത്തത് ആരാണ്? മെഡുല്ല. ഇന്നർ പോർഷൻ ഇത് മെഡുല്ല. മെഡുല്ല പ്രൊഡ്യൂസ് കാറ്റക്കോളമെൻസ്. വിട്ടേക്കു, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. ഇതിനെയാണ് നമ്മൾ കാറ്റക്കോളമെൻസ് എന്ന് പറയുന്നത്. അഡ്രിനാലിൻ നമുക്കറിയാലോ, നമ്മളൊരു പട്ടിയെ കണ്ട് പേടിക്കുമ്പോൾ നമുക്ക് എമർജൻസി ഹോർമോൺ ആക്റ്റീവായി, ഇതാണ് അഡ്രിനാലിൻ. അപ്പം അഡ്രിനാലിനും നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിനും രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അഡ്രിനാലിൻ എന്ന് പറയുന്നതും എപ്പിനെഫ്രിനും ഒന്നാണ്. നോർ അഡ്രിനാലിനും നോർ എപ്പിനെഫ്രിനും ഒരാളാണ്. അപ്പൊ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അഡ്രിനൽ മെഡുല്ല. തിരിച്ചു വരാം, ചോദ്യത്തിലേക്ക് വന്നേ. ഇനി നിങ്ങൾ തന്നെ ആൻസർ ചെയ്തേ വേഗം. കണ്ടോ, ഇവിടെ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടേബിളിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ. അടുത്തത് കുറച്ചും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താവേ. ടൈഫോയിഡ് മടുത്ത് എന്ന് തോന്നുന്നു. ടൈഫോയിഡ് ഫീവർ ക്യാൻ ബി കൺഫേംഡ് ബൈ കുറച്ച് ടെസ്റ്റുകൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ടൈഫോയിഡ് ഫീവർ ക്യാൻ ബി കൺഫേംഡ് ബൈ വെസ്റ്റേൺ ബ്ലോട്ട്, വൈഡാൽ ടെസ്റ്റ്, എലൈസ, നോർത്തേൺ ബ്ലോട്ട്. ഇതിലേത് വെച്ചിട്ടാണ് നമുക്ക് ടൈഫോയിഡിനെ കൺഫേം ചെയ്യാൻ സാധിക്കുക? ചുമ്മാ ഇടുന്നേ, വേഗട്ടെ. കറക്റ്റ് ആൻസർ വൈഡാൽ ടെസ്റ്റ്. വൈഡാൽ ടെസ്റ്റ് ഒരു ഓപ്ഷൻ. നമുക്ക് അടുത്തത് നമ്മുടെ എയ്ഡ്സ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഇതിനകത്തുണ്ട്. ആൻസർ HIV ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ്? എലൈസ. ഓക്കെ, അപ്പൊ ടൈഫോയിഡ് ഏതാണ്? വൈഡാൽ ടെസ്റ്റ്. അടുത്തതാണ് എലൈസ. എയും ഡിയും കേട്ടുപരിചയമുണ്ടോ? എയും ഡിയും കേട്ടുപരിചയമുണ്ടോ? വെസ്റ്റേൺ ബ്ലോട്ട്, നോർത്തേൺ ബ്ലോട്ട്, സദേൺ ബ്ലോട്ടും കൂടി ഉണ്ട്. കേട്ടുപരിചയമുണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ പ്രോട്ടീൻ നമ്മുടെ സാമ്പിളിൽ ഉണ്ടോ ഇല്ലയോ? ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് വെസ്റ്റേൺ ബ്ലോട്ട്. ഓക്കെ, വെസ്റ്റേൺ ബ്ലോട്ട് ഫോർ പ്രോട്ടീൻ. വെസ്റ്റേൺ ബ്ലോട്ട് ഫോർ പ്രോട്ടീൻ. നോർത്തേൺ ബ്ലോട്ട്, നോർത്തേണിൽ ഒരു എക്സ്ട്രാ RNA ഉണ്ട്. നമ്മൾ 3 പറഞ്ഞത്, വെസ്റ്റേൺ, നോർത്തേൺ, സദേൺ. ഇതിലൊന്നും എക്സ്ട്രാ R ഇല്ല. നോർത്തേണിൽ ഒരു RNA ഉണ്ട്. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. നോർത്തേൺ ബ്ലോട്ട് ഫോർ RNA. സദേൺ ബ്ലോട്ട് ഫോർ DNA. വെസ്റ്റേൺ ബ്ലോട്ട് ഫോർ പ്രോട്ടീൻ, നോർത്തേൺ ബ്ലോട്ട് ഫോർ RNA, സദേൺ ബ്ലോട്ട് ഫോർ DNA. ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ്. നമ്മുടെ സാമ്പിളിൽ DNA സാമ്പിളിൽ ഡിറ്റക്ട് ചെയ്യാനല്ല, ഒരു നമ്മൾ പ്രോട്ടീനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോട്ടീൻ ഓഫ് ഇൻട്രസ്റ്റ് സാമ്പിളിൽ ഉണ്ടോ എന്ന്. നമുക്കിപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്, അതില് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോട്ടീൻ ഇൻസുലിൻ ഉണ്ടോ എന്നറിയണം. വെസ്റ്റേൺ ബ്ലോട്ട് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ നോർത്തേൺ ബ്ലോട്ട് ചെയ്യുക, നമ്മുടെ കയ്യിൽ ഒരു ഗ്രൂപ്പ് ഓഫ് RNA ഉണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന RNA ഉണ്ടോ, നോർത്തേൺ ബ്ലോട്ട് ചെയ്താൽ മതി. സെയിം ഒരു ജീൻ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ജീൻ ഉണ്ടോ, അത് സദേൺ ബ്ലോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ വൈഡാൽ ടെസ്റ്റ് ടൈഫോയിഡ് ഫീവർ. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, ടൈഫോയിഡ് പരത്തുന്ന ഓർഗാനിസത്തിന്റെ പേരാണ് സാൽമൊണല്ല ടൈഫി. ബാക്ടീരിയ ആണ് സാൽമൊണല്ല ടൈഫി. അടുത്തത് മൻഡോക്സ് ടെസ്റ്റ് ട്യൂബർകുലോസിസ്, TB സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, TB ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നടത്തുന്നതാണ് മൻഡോക്സ് ടെസ്റ്റ്. ഓക്കെ, ദെൻ ഷിഗ് ടെസ്റ്റ് ഡിഫ്തീരിയക്ക് വേണ്ടി നടത്തുന്നതാണ്. ഓക്കെ, അടുത്തത് പെട്ടെന്ന് വിടുവാണേ. ടാക് പോളിമറൈസ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം. നിങ്ങളും പെട്ടെന്ന് ആൻസർ ചെയ്തേ. ടാക് പോളിമറൈസ്. ഈ പറഞ്ഞത് മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? വെസ്റ്റേൺ, നോർത്തേൺ, സദേൺ ബ്ലോട്ട് മനസ്സിലായോ? എയും ബിയും ഒക്കെ വന്നിട്ടുണ്ട്. ടാക് പോളിമറൈസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ പല ടെക്നിക്കുകൾ കേട്ടു. ഏതൊക്കെയാ? സദേൺ ബ്ലോട്ട്, നോർത്തേൺ ബ്ലോട്ട്, വെസ്റ്റേൺ ബ്ലോട്ട്, എലൈസ, അല്ലെ? അപ്പം അതുപോലത്തെ ഒരു ടെക്നിക്കാണ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പൊ നമ്മളൊരു ക്രൈം സീന് ചെല്ലുന്നു,
നമുക്ക് ചിലപ്പം ബ്ലഡ് അല്ലെ, കുറച്ച് ബ്ലഡ് കിട്ടും, കുറച്ചേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ചില റേപ്പ് കേസിലൊക്കെ ആണെങ്കിൽ സ്പേം കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇത് ലാബിൽ കൊണ്ടുവന്ന് ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം വളരെ കുറച്ച് എമൗണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് DNA അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഫോറൻസിക്കിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന സാമ്പിൾ നമ്മൾ കൊണ്ടുവന്ന് ആംപ്ലിഫൈ ചെയ്യും. അപ്പം ഇത്തരത്തിൽ DNA ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ഒരു ടെസ്റ്റ് ആണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഈ പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ DNA ഉണ്ടാക്കണം. ഈ DNA ഉണ്ടാക്കുന്ന എൻസൈം ആണ് പോളിമറൈസ്. ഒന്നുകൂടെ, DNA ആംപ്ലിഫൈ ചെയ്യണം. നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഇത് ചെയ്യുന്ന എൻസൈം ആണ് പോളിമറൈസ്. നമ്മള് ലാബില് ഇത് ചെയ്യുക, ലാബിൽ DNA മൾട്ടിപ്ലൈ ചെയ്യുക, ആംപ്ലിഫൈ ചെയ്യുക, അപ്പോഴും പോളിമറൈസ് വേണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ എത്രയാ, 30 ഒക്കെ റൂം ടെമ്പറേച്ചറുമായിട്ട് സിമിലർ ആയിരിക്കും. പക്ഷേ നമ്മൾ PCR കൊണ്ടുവരുമ്പോ ഈ DNA നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ DNA ഫസ്റ്റ് ഇതിനെ മുറിച്ച് രണ്ടാക്കണം. 2 സ്ട്രാൻഡിനെ, ആ ഗോവിനി പോലെ ഇരിക്കുന്ന DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. നമ്മുടെ ബോഡിയിൽ അതിന് ആളുണ്ട്, കെമിക്കൽ റിയാക്ഷൻ ചെയ്യുമ്പോൾ അതിന് ആളില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് ചൂട് കൊടുക്കും. ഒരു 90 ഡിഗ്രി സെൽഷ്യസിന് മേളിൽ ചൂട് കൊടുക്കും. ചൂട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ പോളിമറൈസ് ആണെങ്കിൽ അപ്പൊ പ്രോട്ടീൻ ആണ്, നശിച്ചു പോകും. 90 ഡിഗ്രി ഒന്നും താങ്ങാനുള്ള കഴിവ് ആർക്കില്ല, പോളിമറൈസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 90 ഡിഗ്രിയിൽ ജീവിക്കുന്ന ഒരു ജീവിയുടെ പോളിമറൈസിനെ കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലേ? 90 ഡിഗ്രിയിലോ അതിന് മുകളിലോ ജീവിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് ആളുടെ പോളിമറൈസ് PCR കൊടുത്താല് എത്ര ടെമ്പറേച്ചർ കിട്ടിയാലും അവർക്ക് ജീവിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആ പോളിമറൈസിന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരാളാണ് ഇവിടെ വരേണ്ടത്. അത് ബാക്ടീരിയ ആണ്. ഓക്കെ, ആൻസർ ഏതാണ്? ബാക്ടീരിയ ആണ്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? PCR എന്ന് പറഞ്ഞാൽ നമ്മൾ ആംപ്ലിഫൈ ചെയ്യുവാണ്. ഇവിടെ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പുതിയ DNA ഉണ്ടാക്കണം. അതിന് നമ്മൾ ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കും, 90 മേളിൽ പോവും, 92, 95 ഒക്കെ വരും. അപ്പൊ അത്രയും ടെമ്പറേച്ചർ താങ്ങാൻ പറ്റുന്ന പോളിമറൈസ് വേണം. അപ്പൊ ആ പോളിമറൈസ് ആണ് ടാക് പോളിമറൈസ്, ആൻഡ് ഇറ്റ് ഈസ് ഫ്രം എ ബാക്ടീരിയ. ആ ബാക്ടീരിയയുടെ പേരും കൂടെ പഠിക്കണം. ഓൾട്ടർനേറ്റീവ് ആയിട്ട് അതും ചോദിക്കാറുണ്ട്. ഏതായിരുന്നു? തെർമസ് അക്വാട്ടിക്കസ്. അതന്നെ, തെർമസ് അക്വാട്ടിക്കസ്. ഇതൊരു തെർമോഫിലിക് ബാക്ടീരിയ. എന്താ തെർമോഫിലിക്? തെർമോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ഹീറ്റ്. ഫിലിക് എന്ന് പറഞ്ഞാൽ എന്താ? ലവിങ്. അപ്പൊ ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ഒരു ബാക്ടീരിയ ആണ് തെർമസ് അക്വാട്ടിക്കസ്. അതൊരു ബാക്ടീരിയ ആണ്. അപ്പൊ ആൻസർ ഏതാണ്? ബി ആണ്. ടാക് പോളിമറൈസ് ഇസ് ഐസൊലേറ്റഡ് ഫ്രം എവിടുന്നാണ്? ബാക്ടീരിയ തെർമസ് അക്വാട്ടിക്കസ്. ക്ലിയർ ആണോ എന്ന് പറ. യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച്ഡ് ഓൺ ടു. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച്ഡ് ഓൺ ടു. സ്പിൻഡിൽ ഫൈബേഴ്സ് അറിയത്തില്ലായിരിക്കും, എന്നാലും ട്രൈ ചെയ്ത് നോക്കൂ. ബി ആൻസർ ഇട്ടിട്ടുണ്ട്, എ ആൻസർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, രണ്ടും ശരിയാണ് ഒരു തരത്തിൽ. നമുക്കത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഓക്കെ, ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പറഞ്ഞു സെൽ ഡിവിഷൻ അല്ലെ. അപ്പൊ ക്രോമസോമിനെ പുതിയ സെല്ലിനും ഈക്വൽ ആയിട്ട് കൊടുക്കണം, പഴയ സെല്ലിനും ഈക്വൽ ആയിട്ട് ക്രോമസോം വേണം. ക്രോമസോം എന്ന് പറഞ്ഞാൽ DNA പാക്കറ്റുകളാണ്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് അങ്ങനെ പറയാം. അപ്പൊ ക്രോമസോമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണ്ടേ? ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്ന നൂലാണ് സ്പിൻഡിൽ ഫൈബർ. കണ്ടോ, ക്രോമസോമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന നൂലാണ് സ്പിൻഡിൽ ഫൈബർ. വലിച്ചോണ്ട് പോണ ക്രോമസോമിലേക്ക് അറ്റാച്ച് ചെയ്യണ്ടേ? ക്രോമസോമിൽ പിടിച്ചാലേ വലിച്ചോണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ക്രോമസോമിൽ എവിടെയാണ് ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന് ആദ്യം നമ്മൾ ക്രോമസോമിനെ കാണണം. ഇതാണ് ക്രോമസോം. ഓക്കെ, എന്താണ്? DNA പാക്കറ്റ് ആണ് ക്രോമസോം. ഇത് മൊത്തം DNAയും കുറച്ച് പ്രോട്ടീനും കൂടെ വെച്ചേക്കുന്നതാണ്. അപ്പൊ ഈ ക്രോമസോമിന്റെ ഈ റീജിയൻ, നടുക്ക് ഉള്ള റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രോമിയർ അല്ലെങ്കിൽ സെൻട്രോമെറിക് റീജിയൻ അല്ലെങ്കിൽ സെൻട്രോമിയർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ക്രോമസോമിന്റെ ഈ ഒരു റീജിയനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
ഈ സെൻട്രോമിയർ നോക്കിക്കഴിഞ്ഞാല് ഇത് കറക്റ്റ് ആണ്. ഇത് കണ്ടോ, ഇത് ഈ നൂലാണ് സ്പിൻഡിൽ ഫൈബേഴ്സ്. ഓക്കെ, ഒരാളെ എയും ഒരാളെ ബി ഇട്ടുകൊണ്ട് പറഞ്ഞതാ. സെൻട്രോമിയർ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, പക്ഷെ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് അല്ല, മോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം അല്ലെ. അപ്പൊ സെൻട്രോമിയറിൽ നേരെ വന്ന് അറ്റാച്ച് ചെയ്യുവല്ല. അവിടെ കണ്ടോ ഒരു എന്താണ് യെല്ലോ കളറിൽ ഒരു പ്രോട്ടീനെ നിങ്ങൾക്ക് അവിടെ കാണാം. അതാണ് കൈനറ്റോകോർ. കണ്ടോ, സെൻട്രോമിയർ, അതിലൊരു പ്രോട്ടീൻ, അതിന്റെ പേര് കൈനറ്റോകോർ. അതിലേക്കാണ് അല്ലെ, അതിലേക്കാണ് എന്ത് ചെയ്തേക്കുന്നത്, സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഉണ്ട്, കുറച്ചുകൂടെ കറക്റ്റ് ആൻസർ ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് സ്പിൻഡിൽ ഫൈബേഴ്സ്, സോറി ദാറ്റ് ഈസ് കൈനറ്റോകോർ അല്ലെ. ഓപ്ഷൻ എ കറക്റ്റ് ആണ്, കൈനറ്റോകോർ ഓഫ് ദ ക്രോമസോം. എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? സെൻട്രോമിയറിലെ മുകളില് കൈനറ്റോകോർ ഉണ്ട്, അതിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. നമുക്ക് എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. എ ഇല്ല, ഇങ്ങനെ ഒരു ഓപ്ഷനേ നമുക്കില്ല, ബാക്കി 3 ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ശരിയാണ്, ബി ആണ് കറക്റ്റ്, സെൻട്രോമിയർ ഓഫ് ദ ക്രോമസോം. അത് കറക്റ്റ് ആണ്. പക്ഷെ ഇവിടത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൈനറ്റോകോർ. സെൻട്രോമിയറിന് മുകളിൽ കൈനറ്റോകോർ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്, ഇതിലേക്കാണ് ശരിക്കും സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഇവിടെ ഉണ്ടല്ലോ, അതാണ് പറയേണ്ടത്. ആൻസർ എ, കൈനറ്റോകോർ ഓഫ് ദ ക്രോമസോം. അടുത്തത് പെട്ടെന്ന് പറ, നമ്മളെ പഠിച്ചതാണ്. സദേൺ ബ്ലോട്ടിംഗ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്, സദേൺ ബ്ലോട്ടിംഗ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് DNA. നോർത്തേൺ ബ്ലോട്ടിംഗ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് നോർത്തേൺ ബ്ലോട്ടിംഗ് RNA. വെസ്റ്റേൺ ബ്ലോട്ട് ഈസ് ഫോർ പ്രോട്ടീൻ. ഓക്കെ, അടുത്തത് മടുത്തോ? മടുത്തെങ്കിൽ നമുക്ക് നിർത്താം. നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം. സാച്ചുറേറ്റഡ് ആയെങ്കിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇതും കൂടെ ചെയ്തോ. ഗൊണാഡോട്രോപിക് റിലീസിംഗ് ഹോർമോൺ അല്ലെങ്കിൽ GnRH is a hypothalamic hormone needed in reproduction which act on GnRH act on ഗൊണാഡോട്രോപിക് അല്ലെങ്കിൽ ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ. ഓക്കെ, നമുക്ക് നോക്കാം. ഈ നമുക്ക് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട 3 എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ നമ്മുടെ ബ്രെയിനിലുണ്ട്. അത് മാത്രം പറയാം. 1 ഹൈപ്പോതലാമസ്, 2 പിറ്റ്യൂട്ടറി, പിന്നെ പീനിയൽ ഗ്ലാൻഡ്. ഏതൊക്കെയാണ്? ബ്രെയിനിലുള്ള 3 എണ്ണം: ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ. ഇതിൽ ഹൈപ്പോതലാമസ് ആണ് പിറ്റ്യൂട്ടറി ആണ് മാസ്റ്റർ ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ആണ് പറയുന്നത് ഓവറിയോട് ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കൂ, തൈറോയിഡിനോട് പറയും ആ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കൂ അല്ലെ. നമ്മൾ നേരത്തെ കണ്ട അഡ്രിനൽ ഗ്ലാൻഡിനോട് പറയും ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കൂ. ഇതൊക്കെ പറയുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി എപ്പോ പറയണം എന്ന് ആര് തീരുമാനിക്കും? ഹൈപ്പോതലാമസ് തീരുമാനിക്കും. പറഞ്ഞത് മനസ്സിലായോ? പിറ്റ്യൂട്ടറി ആണ് ഇത് എല്ലാത്തിനോടും പറയുന്നത്. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കൂ, ഹോർമോൺ നിർത്തൂ, ഇതൊക്കെ പറയുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ആണ്. പിറ്റ്യൂട്ടറി എപ്പോ പറയണം എന്ന് ആര് തീരുമാനിക്കും? ഹൈപ്പോതലാമസ് തീരുമാനിക്കും. മനസ്സിലായോ? ഇതാണ് കൺസെപ്റ്റ്. ഇനി നമുക്ക് ഹൈപ്പോതലാമസ് ഫസ്റ്റ്, ഇപ്പൊ ഈ കേസ് നമുക്ക് നോക്കാം. കണ്ടീഷൻ എന്താ പറഞ്ഞേക്കണേ? ഗൊണാഡോട്രോപിൻ റിലീസിംഗ് ഹോർമോൺ ആണ്. അതായത് നമ്മളുടെ ഓവറി, ഫീമെയിൽസിലാണെങ്കിൽ ഓവറിയിൽ നിന്ന് ഈസ്ട്രജൻ വരണം, അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ വരണം. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ആൻസർ വന്നു അവിടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഹൈപ്പോതലാമസ് പറയും പിറ്റ്യൂട്ടറിയോട് എന്ത്? ഹോർമോൺ ഉൽപ്പാദിപ്പിക്കൂ, അല്ലെങ്കിൽ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ടെസ്റ്റിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യൂ. അന്നേരം പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് LH-ഉം FSH-ഉം. ലൂട്ടിനൈസിങ് ഹോർമോണും. LH എന്ന് പറഞ്ഞാൽ ലൂട്ടിനൈസിങ് ഹോർമോൺ, FSH എന്ന് പറഞ്ഞാല് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പൊ പിറ്റ്യൂട്ടറി എന്താ പറയുന്നത്? ഒരു കെമിക്കൽ വിട്ടാ പറയുന്നത്. ആ കെമിക്കലിന്റെ പേരാണ് ദാ ഇവിടെ ഉണ്ട്, ഗൊണാഡോട്രോപിൻ റിലീസിംഗ് ഹോർമോൺ, GnRH. അപ്പൊ അത് റിലീസ് ചെയ്യും. അതെവിടെ പോവും? പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ സൈഡില്. പിറ്റ്യൂട്ടറിക്ക് 2 ദളങ്ങളുണ്ട്, മുൻദളം, പിൻദളം. ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, ആന്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ GnRH നേരെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലോട്ട് പോകും. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും? LH-ഉം FSH-ഉം.
ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. ഇത് നേരെ ഓവറിയിലോട്ട് പോയിട്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ റിലീസ് ചെയ്യും. പറഞ്ഞത് മനസ്സിലായോ? അപ്പം ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി എപ്പോ പറയണമെന്ന്, ആൻഡ് പിറ്റ്യൂട്ടറി എന്ത് ചെയ്യുന്നു? പിറ്റ്യൂട്ടറി LH ഉം FSH ഉം റിലീസ് ചെയ്യുന്നു. അത് അടുത്ത ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പറഞ്ഞത് മനസ്സിലായെങ്കിൽ ആൻസർ ചെയ്തേ. എൻഡോക്രൈനോളജി പറഞ്ഞത് മനസ്സിലായോ? ഇതൊരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായോ? കീർത്തി മനസ്സിലായോ? ഓക്കെ. ഹൈസ മനസ്സിലായോ? മിണ്ടാതിരിക്കണ കുറച്ച് പേരുണ്ട് ഇതിനകത്ത് കയറിയിട്ട്. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. രമീഷ മനസ്സിലായോ? ശരി, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടായോ? എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ആൻസർ ചെയ്യുക. നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ച പല സാധനങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ വന്നു. ചിലത് ചെയ്യാൻ പറ്റി, ചിലത് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ അതിന് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ച് ചെയ്യുക. ഒരിക്കലും ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ച് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം നോക്കി പോവരുത്. നമ്മൾ ഇപ്പൊ എങ്ങനെയാ പോയത്? ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് പലപ്പോഴും പറഞ്ഞു, അല്ലെ? അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ പോയി, പിന്നെ കുറെ വന്നപ്പോ നമുക്ക് സമയം പോയി. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. ഒരു ദിവസം മിനിമം 10 ചോദ്യങ്ങളെങ്കിലും ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇതിനകത്ത് ഇപ്പൊ അധികം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊന്നും വന്നില്ല. നമ്മൾ ക്ലാസ്സിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് പറയാറുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ വരാറുണ്ട്. റെഫറൻസ് ടെക്സ്റ്റ് ഒന്നും NCERT നോക്കിയാൽ മതി. റെഫറൻസ് ടെക്സ്റ്റ് ഒന്നും വേണ്ട കേട്ടോ. NCERT പഠിച്ചു വെച്ചേക്കുക, NCERT ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. നമുക്ക് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുമ്പോ അത് ആ നോട്ട്സ് മാത്രം മതി, വേറെ എക്സ്ട്രാ പോകണ്ട. നമുക്ക് കുറേ കാട് കയറി പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഉള്ള കാര്യം റിവൈസ് വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ നമുക്കിപ്പോ ഒരു കോഴ്സിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ കാട് കയറി തപ്പി പോകുന്ന ആ ഒരു സമയം നമുക്ക് ഇവിടെ ലാഭിക്കാം. കാരണം നമുക്ക് നോട്ട് ഉണ്ടാവും, അല്ലെ? നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവും, അതിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അതാണ് കുറച്ചുകൂടെ നല്ല ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ തപ്പിപ്പോകണ്ട. അല്ലെങ്കിൽ നിങ്ങൾ NCERT നോക്കുക. എന്തായാലും NCERT കഴിഞ്ഞിട്ടേ വേറൊരു സ്ഥലത്തോട്ട് പോകാവുള്ളൂ. NCERT വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പല ചോദ്യങ്ങളും NCERT ബേസിലാണ് ചോദിച്ചേക്കുന്നത്. ഇന്നിപ്പോ നമ്മൾ കണ്ട പല ചോദ്യങ്ങളും NCERT-ലുണ്ട്. പലതല്ല, ഒരു 90% ചോദ്യങ്ങൾ എവിടെയുണ്ട്? NCERT-ലുണ്ട്. അപ്പൊ അവിടുന്നാണ്. അപ്പൊ നിങ്ങൾ തപ്പി അധികം നടക്കണ്ട, സമയം കളയാതിരിക്കുക. നമ്മളിപ്പോ ക്ലാസ്സിലുള്ള ആളുകളോടാ പറയുന്നത്, നമ്മൾ തരുന്ന നോട്ടിനകത്ത് അതിനകത്തുണ്ട്, അത് പഠിക്കുക. ടേബിൾസ് ഉണ്ടാവും. അപ്പൊ ആ മിനറാലോ കോർട്ടിക്കോയിഡ്സിന്റെ ടേബിൾസിലെ അതൊക്കെ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഇതല്ല, മൊത്തത്തിൽ എന്തെങ്കിലും ഡൗട്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ചെയ്യണം. റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തപ്പിപ്പോവാ. ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് റിവൈസ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻസ് നോക്കുക, റിലേറ്റഡ് ചോദ്യം ചെയ്യാം. അപ്പൊ തന്നെ നമുക്ക് കുറെ ഏരിയ റിവൈസ് ചെയ്യാൻ പറ്റും, കുറെ സാധനങ്ങൾ ഓർമ്മ വരും. സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ചോദിക്കുക. ഇവിടെയാണ് പ്രശ്നം. കാരണം നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ 2 എണ്ണം ഒരുപോലെ തോന്നും. 2 എണ്ണം ഈസി ആയിട്ട് കളയാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പെട്ടുപോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ ടൈം റിവൈസ് ചെയ്യുക, നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, നിങ്ങൾ പറ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ? ഇന്നത്തെ സെഷൻസ് യൂസ്ഫുൾ ആയിരുന്നോ? ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയിരുന്നോ? എന്തെങ്കിലും പഠിച്ചോ? ഓക്കെ, അപ്പൊ നിങ്ങള് നമുക്ക് അടുത്ത യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കോഴ്സ് നടക്കുന്നുണ്ട്, ഇൻഫോർമേറ്റീവ്. ഓക്കെ, താങ്ക് യു. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്ത ഇതാണ് ഗുണം. നമുക്ക് ബാക്കിയുള്ള പെരിഫറൽ കാര്യങ്ങൾ വേണ്ട, ക്ലാസ്സിൽ നമ്മൾ നോക്കിയാൽ മതി, നോട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം അങ്ങനെ ആവുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. ജോലിയുള്ള ആരൊക്കെയാ? ജോലിക്ക് പോകുന്ന ആരൊക്കെയാ? ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ടൈമിൽ കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് സമയം കിട്ടത്തില്ല. അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം, അല്ലെ? വന്നു കഴിയുമ്പോൾ വീട്ടിലെ കാര്യങ്ങള്, രാവിലെ പോണം,
അപ്പൊ വെളുപ്പിനെ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെറിയ കുറച്ച് പേപ്പേഴ്സ് ആക്കി, നമുക്ക് അറിയാൻ വയ്യാത്ത റിവൈസ് ചെയ്യേണ്ട പോർഷൻസ് ക്ലാസ്സിൽ തന്നെ നോട്ടായിട്ട് എഴുതി, നമുക്ക് അറിയാൻ വയ്യാത്ത പോർഷൻസ് അറിയാമല്ലോ, അത് നമ്മുടെ കയ്യിൽ പിടിക്കുക, ഒരു നാണക്കേടുമില്ല. കോഴ്സ് ഡീറ്റെയിൽസ് കോണ്ടാക്ട് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഗ്രൂപ്പില്ലേ? ഗ്രൂപ്പില് കോണ്ടാക്ട് ചെയ്തോളും കേട്ടോ. അപ്പൊ അത് കയ്യിൽ പിടിക്കുക. അത് നമുക്ക് സമയം കിട്ടും. ബസ്സിലിരിക്കുമ്പോൾ സമയമില്ലേ അല്ലെ? പിന്നെ നമുക്ക് ഹെഡ്സെറ്റ് യൂസ് ചെയ്യാലോ. ഇപ്പൊ ക്ലാസ് ഒക്കെ റെക്കോർഡ് സെഷൻസ് തരുന്നുണ്ട്. എല്ലാ ക്ലാസ് ഇപ്പൊ ഗൂഗിൾ മീറ്റിൽ എടുക്കുന്ന ക്ലാസ്സുകൾക്കൊക്കെ റെക്കോർഡ് സെഷൻസ് തരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ കേൾക്കാം അല്ലെ? അല്ലാതെ നമ്മൾ എപ്പോഴും ഇരുന്ന് പഠിക്കണം എന്നൊന്നുമില്ല. ഇരുന്ന് പഠിക്കാനൊന്നും എല്ലാവർക്കും സമയം കിട്ടുകയില്ല. അപ്പൊ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക, അതുപോലെ ഈ സാധനങ്ങൾ കയ്യിൽ പിടിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഇതേ പറ്റുള്ളൂ. അപ്പൊ ജോലിക്ക് പോകുന്നവരൊക്കെ അങ്ങനെ ടൈം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിചാരിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കും അല്ലെ? ഒരു വിചാരവും ഇല്ല. നമ്മുടെയാണ് ആവശ്യം. നമ്മൾ ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ല. എവിടെ വരണം? ടോപ്പിൽ വരണം. ടോപ്പിൽ വന്നാലേ കാര്യമുള്ളൂ. ലിസ്റ്റിൽ വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അത് ഉദ്ദേശിച്ച് തന്നെ ആദ്യമേ പഠിക്കുക. റിസൾട്ട് വരുമ്പോഴത്തേക്ക് ഒരു മാർക്കിന് താഴെ പോയി അവിടെ പോയി ഇവിടെ പോയി, ഒരു മാർക്ക് എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഓരോ മാർക്കും ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന സമയമാണ്. നമുക്ക് ഇപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ട്. സിലബസ് ഫുള്ള് കവർ ചെയ്യാനുള്ള സമയമുണ്ട്. ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഇല്ല. ഹൈസിം വന്നിട്ടില്ല. ഹൈസാം അതാ കോഴ്സ് ചോദിച്ചിരുന്നല്ലോ. കീർത്തിയാന്ന് തോന്നുന്നു. കീർത്തി നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കാണ് ആവശ്യം. നമ്മളാണ് ടോപ്പിൽ എത്തേണ്ടത് അല്ലെ? അപ്പോ അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുക. ബാക്കി ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോ വീണ്ടും കാണാം. താങ്ക് യു.